ഇന്ന് ഞാൻ നിങ്ങൾക്ക് കൗൺസിലിംഗ് സൈക്കോളജി എന്നുള്ള ഭാഗത്ത് നമ്മൾ സ്റ്റുഡൻസിനെ പഠിപ്പിക്കുന്ന 5 ദിവസങ്ങൾ കൊണ്ട് പഠിപ്പിക്കുന്ന ക്ലാസ് ഇന്നൊരു ദിവസം ഞാൻ നിങ്ങൾക്ക് ഒരൊറ്റ പോയിന്റിൽ എടുക്കുകയാണ്. 5 ദിവസങ്ങൾ കൊണ്ടാണ് ഈ ക്ലാസ് എടുക്കാറ്. എന്നിട്ട് അതിന്റെ പ്രാക്ടിക്കൽ സൈഡ് ഒക്കെ നോക്കുമ്പോൾ നിങ്ങൾക്ക് സ്ക്രീനിൽ നോക്കുമ്പോൾ തന്നെ അറിയാം, ഓൺലൈൻ സ്റ്റുഡൻസ് ആർ വെൽക്കം ദിശ സ്കൂൾ ഓഫ് കൗൺസിലിംഗ് ഫോർ ദ പ്രാക്ടിക്കൽ സെഷൻ. പ്രാക്ടിക്കൽ സെഷന് വരുന്ന സമയത്ത് അവർ പ്രാക്ടിക്കലിന് ഇരിക്കുന്നതിന്റെ തൊട്ട് മുൻപ് 5 ദിവസങ്ങളിലായിട്ട് എടുത്തിട്ടുള്ള അറ്റൻഡിങ്, റെസ്പോണ്ടിങ്, പേഴ്സണലൈസിങ്, ഗോൾ സെറ്റിംഗ്, ടെർമിനൽ എന്ന് പറയുന്ന ആ ഭാഗം ഒരു പ്രാവശ്യം ഒന്ന് ഓടിച്ചു പറഞ്ഞു കൊടുക്കും. എന്നിട്ടാണ് അവരെ പ്രാക്ടിക്കലിലേക്ക് ഞങ്ങൾ പോകാറ്. അപ്പൊ ആ ഭാഗം കൂടി നിങ്ങൾക്ക് പഠിപ്പിച്ചു തരുന്നത് കുറച്ചുകൂടി നിങ്ങൾക്ക് ഉപകാരപ്രദമാകും എന്നതുകൊണ്ട് നമ്മൾ ഇന്ന് 4ാമത്തെ ടോപ്പിക്കിലേക്ക് കടക്കുന്നതിന്റെ മുൻപ് നമ്മളിപ്പോ ഇന്ന് സെൽഫ് പ്യൂരിഫിക്കേഷൻ എങ്ങനെയാണ് ഇൻ ഇസ്ലാം, സെൽഫ് പ്യൂരിഫിക്കേഷൻ ഇൻ ഇസ്ലാം എന്നതാണ് ഇന്നത്തെ നമ്മളുടെ അവസാന ദിവസത്തെ ടോപ്പിക്. എങ്ങനെയാണ് ഒരു ക്ലയന്റിനെ ഒരു കൗൺസിലർ അറ്റൻഡ് ചെയ്യുന്നത്, എങ്ങനെയാണ് ഹീൽ ചെയ്യുന്നത് എന്നതാണ് ഇന്ന് നമ്മൾ ആദ്യമായിട്ട് നോക്കാൻ വേണ്ടിയിട്ട് പോകുന്നത്. ഇത് നിങ്ങൾ കുറച്ച് നന്നായിട്ട് ശ്രദ്ധിച്ചിരുന്നാൽ തന്നെ മനസ്സിലാവും. ഞാൻ വളരെ നല്ല രീതിയിൽ എന്നെ കൊണ്ട് പറ്റാവുന്ന രീതിയിൽ പ്രസന്റ് ചെയ്യാൻ ഞാൻ ട്രൈ ചെയ്യുന്നുണ്ട്. നിങ്ങൾ കുറച്ച് കുറച്ച് സീരിയസ് ആയിട്ട് ഇരിക്കുക. എന്തായാലും റെക്കോർഡിങ് ഞാൻ അയക്കും നിങ്ങൾക്ക്. നാളെ നിങ്ങൾക്ക് ഈ 4 ക്ലാസ്സുകളുടെയും റെക്കോർഡിങ് കിട്ടും. അപ്പൊ ഈ ഒരു ഭാഗം നിങ്ങൾ കുറച്ച് സീരിയസ് ആയിട്ട്, കാരണം ഞാൻ എന്തുകൊണ്ട് സീരിയസ് ആയിട്ട് ഇരിക്കണം എന്ന് പറയുന്നത് എന്ന് ചോദിച്ചാല്, ഇത് 5 ദിവസങ്ങളിലായിട്ട് 5 മണിക്കൂർ എടുക്കുന്ന ഒരു സാധനത്തിനെ ഒരു 10, 15, 20 മിനിറ്റിനുള്ളിലേക്ക് ചുരുക്കുകയാണല്ലോ. സ്വാഭാവികമായിട്ടും അതിന്റെ ഒരു പരിമിതി ഉണ്ടായിരിക്കും. അതിനെ ഓവർകം ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ് നിങ്ങളുടെ അടുത്ത് ഞാൻ പറയുന്നത്. ക്ലാസ് കഴിഞ്ഞതിന് ശേഷം എത്ര സമയം വേണമെങ്കിലും ഇരിക്കാനും ഞാൻ തയ്യാറാണ്. എല്ലാ സംശയങ്ങളും ഞാൻ തീർത്തു തരാം, കുഴപ്പമൊന്നുമില്ല. ഓക്കെ, ഇവിടെ എന്താ പറയുന്നത്, 5 സ്റ്റേജസ് ഓഫ് കസ്റ്റമർ ഇന്ററാക്ഷൻ. നമ്മൾ ക്ലയന്റിനെ സംബന്ധിച്ചിടത്തോളം ഈ 5 സ്റ്റേജുകളിലൂടെയാണ് ഒരു കൗൺസിലർ ഒരു കൗൺസിലിയെ അറ്റൻഡ് ചെയ്യുന്നത്. ഒരു കൗൺസിലി വരുന്ന സമയത്ത് കൗൺസിലർ എന്തെല്ലാം തരത്തിലുള്ള മുൻകരുതലുകളാണ് എടുക്കേണ്ടത് എന്നതിനെ കുറിച്ച് ഈ ഭാഗത്ത് നമ്മൾ സവിസ്തരം പറഞ്ഞു പോവുകയാണ്. ഓക്കെ, ഒന്നാമത്തേതാണ് അറ്റൻഡിങ് എന്ന് പറയുന്നത്. അറ്റൻഡിങ് എന്ന് പറഞ്ഞാൽ നത്തിങ്, ഒന്നുമല്ല. ക്ലയന്റ് വരുന്നു, നമ്മുടെ മുന്നിൽ ഇരിക്കുന്നു, നമ്മളോട് ക്ലയന്റിന്റെ കാര്യം പറഞ്ഞു തുടങ്ങുന്നു. എപ്പോഴാണ് അറ്റൻഡിങ് തുടങ്ങുക എന്ന് ചോദിച്ചാൽ, ക്ലയന്റ് നമ്മുടെ മുന്നിൽ വരുന്ന സമയത്തല്ല അറ്റൻഡിങ് തുടങ്ങുന്നത്. നിങ്ങളൊരു കൗൺസിലറായി മാറിക്കഴിഞ്ഞാൽ നമ്മൾ ഫോൺ ചെയ്യും അല്ലേ? ഫോൺ ചെയ്തിട്ട് എന്ത് ചോദിക്കും? കൗൺസിലർ അല്ലേ? ചിലർ ഡോക്ടർ അല്ലേ ചോദിക്കും, ചിലർ സാർ അല്ലേ, മാഡം അല്ലേ എന്ന് ചോദിക്കും. എനിക്കൊരു കൗൺസിലിംഗ് വേണമായിരുന്നു. അപ്പൊ ആർക്കാണ്? മോനാണോ മോൾ? ആർക്ക് വേണ്ടിയിട്ടാണ്? അപ്പൊ മകനാണ്, മകൾക്കാണ്, ഹസ്ബൻഡിനാണ്, വൈഫിനാണ്, അമ്മയ്ക്കാണ്, അച്ഛനാണ്, ഉമ്മയ്ക്കാണ്, ഉപ്പക്കാണ്, ബ്രദറിനാണ്, സിസ്റ്ററിനാണ്, അയൽവാസിക്കാണ് എന്ന് വോട്ട് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവരത് പറയും. എന്നിട്ട് അത് പറഞ്ഞു കഴിഞ്ഞാൽ പറയും, നമ്മൾ ചോദിക്കും എന്താണ് കേസ് എന്ന് ചോദിക്കും. അപ്പൊ കുട്ടി പഠിക്കുന്നില്ല, ഭർത്താവ് മദ്യം കഴിക്കുന്നു, മകൻ തീരെ അനുസരണക്കേട് കാണിക്കുന്നു, അഫെയർ വിഷയവുമായി ബന്ധപ്പെട്ടിട്ട് അല്ലെങ്കിൽ അബ്യൂസ് ആണ്. അപ്പൊ ഇത് പറയുന്ന സമയത്ത് തന്നെ കൗൺസിലിംഗ് തുടങ്ങിക്കഴിഞ്ഞു എന്നതാണ് അറ്റൻഡിങ്ങിൽ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറയുന്നത്. ഇപ്പൊ അറ്റൻഡിങ്ങിൽ നോക്കൂ, പേ close attention to what the customer is saying, both verbally and non-verbally. Verbal and non-verbal അത് കുറച്ച് ഇമ്പോർട്ടന്റ് ആണ്. വായ കൊണ്ട് പറയുന്നത് മാത്രമല്ല, പ്രവൃത്തികൾ കൊണ്ട് ആംഗ്യങ്ങൾ കാണിക്കുന്നത് വരേക്കും നമ്മൾ ശ്രദ്ധിക്കുന്നു. ഒരുപാട് വിശദീകരിക്കേണ്ട കാര്യമാണ്, ഞാനിപ്പോൾ അവിടേക്ക് കിടക്കുന്നില്ല. ഒബ്സർവിങ്, എന്താണ് ഒബ്സർവിങ്? ദ ക്ലയന്റ് അപ്പിയറൻസ്, പോസ്ചർ, ഫേഷ്യൽ എക്സ്പ്രഷൻസ്, ബോഡി മൂവ്മെന്റ്സ് ആർ ഓൾ ഇമ്പോർട്ടന്റ്. ക്ലയന്റ് നമ്മുടെ മുന്നിൽ ഇരുന്ന് കാണിക്കുമ്പോൾ, ഞാൻ ക്ലാസിന്റെ ഏതോ ഇന്നലെയോ മിനിയാന്നോ എടുക്കുമ്പോൾ പറഞ്ഞിരുന്നു, ഒരു കുട്ടി നമ്മളുടെ അടുത്ത് വരുന്നു, പറയുന്ന സമയത്ത് സർ എനിക്ക് പഠിച്ചിട്ട് തലയിൽ കയറുന്നില്ല സർ, എന്നിട്ട് കുട്ടി ബോൾഡ് ആയിട്ട് ഇരിക്കുന്നു. ഓക്കെ, പഠിച്ച് തലയിൽ കയറുന്നില്ല. വേറൊരു കുട്ടി, അതേ കുട്ടി വരുന്നു, പഠിച്ചിട്ട് എനിക്ക് തലയിൽ കയറുന്നില്ല എന്ന് പറഞ്ഞ് കരയുന്നു. അപ്പൊ രണ്ടും ഒരേ കേസാണ്, പക്ഷേ അവരുടെ ഭാവപ്രകടനങ്ങൾ രണ്ടാണ്. അപ്പോൾ ആ കുട്ടിയെ ആ വിഷയം എത്രത്തോളം ഡീപ്പായിട്ട് ബാധിച്ചിട്ടുണ്ട് എന്ന് അറ്റൻഡിങ് സമയത്ത് കൗൺസിലർ മനസ്സിലാക്കുന്നു. ക്ലാരിഫിക്കേഷൻ, ആസ്ക് ക്വസ്റ്റ്യൻ ടു എൻഷുർ യു ഫുള്ളി അണ്ടർസ്റ്റാൻഡ് ദ കസ്റ്റമേഴ്സ് നീഡ് ആൻഡ് കൺസേൺ. ഒരു ക്ലയന്റിന്റെ നീഡ്, ആവശ്യം നമ്മൾ മുഴുവനായും മനസ്സിലാക്കാൻ വേണ്ടി ശ്രമിക്കുന്നു.
വാട്ട് ഈസ് ടു ബി ലിസൺ? എന്താണ് ലിസൺ ചെയ്യേണ്ടത്? എന്ത് ലിസൺ ചെയ്യണം? വെർബലി നോൺ വെർബലി എന്ന് പറഞ്ഞു അല്ലെ? ദ കണ്ടന്റ്, ദ ഫീലിംഗ് ആൻഡ് ദ മീനിങ്. സംസാരത്തിൽ എന്താണ് കണ്ടന്റ് എന്നുള്ളതാണ് മനസ്സിലാക്കേണ്ടത്. ആ കണ്ടന്റിന്റെ അകത്ത് എന്ത് ഫീലിംഗ് ആണ്? ഫീലിംഗ് 4 ഫീലിംഗ് ആണ് ഉണ്ടാവുക. ഒന്ന് സാഡ്, ഒന്ന് മാഡ്, ഒന്ന് ഗ്ലാഡ്, ഒന്ന് സ്കയർഡ്. ഈ 4 ഫീലിംഗുകളാണ് ഉണ്ടായിരിക്കുക. അപ്പൊ ഈ 4 ഫീലിംഗുകളിൽ ഏതാണ്? പിന്നെ ഈ പറയുന്നതിന്റെ അർത്ഥം എന്താണ്? ഈ പറയുന്നത് കൊണ്ട് എന്താണ് ഉദ്ദേശിക്കുന്നത് എന്നതുകൂടി പറയുന്നു. അത് കേട്ട് കഴിഞ്ഞതിന് ശേഷം ക്ലയന്റിന് ക്ലയന്റിനോട് കൗൺസിലർ റെസ്പോണ്ട് ചെയ്യുന്നു എന്നാണ്. ഉള്ളടക്കത്തോടുള്ള റെസ്പോണ്ടിങ് ടു കണ്ടന്റ്, ഉള്ളടക്കത്തോടുള്ള പ്രതികരണമാണ് ആദ്യം നടത്തുന്നത്. അതായത് നിങ്ങൾ ഇത്രയും നേരം എടുത്ത് പറഞ്ഞ വിവരം ഇന്നതല്ലേ എന്ന് ചുരുങ്ങിയ വാക്കുകളിൽ ബ്രീഫ് ആക്കിക്കൊണ്ട് കൗൺസിലറുടെ അടുത്ത് പ്രസന്റ് ചെയ്യുന്നു. അപ്പൊ കൗൺസിലർ പറയും, അതെ സർ, ഞാൻ ഇത് തന്നെയാണ് പറഞ്ഞത്. ചിലപ്പോൾ കൗൺസിലർ പറയും, അല്ല സർ, ഞാൻ ഇത് മാത്രമല്ല ഉദ്ദേശിച്ചത്, ഇതുകൂടിയാണ് ഉദ്ദേശിച്ചത്. ചില ക്ലയന്റുകൾ വിചാരിക്കും എന്താണെന്ന് അറിയോ, ഓ ഇത്രയും നേരം പറഞ്ഞിട്ട് ഈ മനുഷ്യനിപ്പോ ഇതിനൊന്നും ലാഘവത്തോടു കൂടി കാണുകയാണോ എന്ന് ചില ക്ലയന്റുകൾ വിചാരിക്കും. അതൊക്കെ നമ്മൾ മുഖഭാവത്തിൽ നിന്ന് മനസ്സിലാക്കിയെടുക്കണം. അത് ഫുള്ള് സൈക്കോളജി പഠിച്ചു കഴിയുമ്പോഴത്തേക്ക് ആ വിവരം നമുക്ക് കൗൺസിലർക്ക് കിട്ടിക്കഴിഞ്ഞിട്ടുണ്ടായിരിക്കും. അപ്പൊ ഉള്ളടക്കത്തോടുള്ള പ്രതികരണം, റെസ്പോണ്ടിങ് ടു ഫീലിംഗ്. നമ്മൾ പറഞ്ഞില്ലേ, അയാൾക്ക് 4 ഫീലിംഗുകൾ ഉണ്ടാവുമെന്ന് പറഞ്ഞു. അതോടൊപ്പം ചേർത്തിട്ട് ഇതിൽ 1-2 കാര്യങ്ങൾ. യു ഫീൽ ആംഗ്രി, നിങ്ങൾക്ക് ഈ വിഷയം കൊണ്ട് ഭയങ്കര ദേഷ്യമുണ്ടല്ലേ. ചിലപ്പോൾ യു ഫീൽ ഹാപ്പി. എങ്ങനെയാണ് ഈ കൗൺസിലിങ്ങിനിടയിൽ ഹാപ്പി വരിക? ആർക്കാ പറയാൻ വേണ്ടി പറ്റുക? എങ്ങനെയാണ് കൗൺസിലിങ്ങിനിടയിൽ ഹാപ്പി വരാൻ വേണ്ടി പറ്റുക? ഒരു ചെറിയ എക്സാമ്പിൾ ഞാൻ പറയാം, സമയമില്ലാത്തത് കൊണ്ട്. ഒരു കുട്ടി വരുന്നു, പരീക്ഷയിൽ മാർക്ക് കുറഞ്ഞു പോയി. പിന്നെ അപ്പോ നമുക്ക് എന്ത് പറയാം? അപ്പൊ നമുക്ക് വേണമെങ്കിൽ കൗൺസിലിയെ ഹീലയിപ്പിക്കുന്നതിന് വേണ്ടി പറയാം, യു ഫീൽ ഹാപ്പി ബിക്കോസ് യു ആർ നോട്ട് ഫെയിൽഡ്. നീ തോറ്റിട്ടില്ല, മാർക്ക് കുറഞ്ഞു പോയിട്ടേ ഉള്ളൂ. അവിടെ ഒരു ഹാപ്പി മൂഡിലേക്ക് കൊണ്ടുവരുവാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക. ഓക്കെ, എനിക്ക് എന്റെ കച്ചവടത്തിൽ ബിസിനസ്സിൽ വളരെ കുറവാണ്, അതുകൊണ്ട് ഞാൻ ഡിപ്രസ്ഡ് ആണ്, കച്ചവടം പൂട്ടിപ്പോയിട്ടില്ല അല്ലെ. അപ്പോ സം ഹാപ്പിനെസ് ഈസ് ദർ. ആ ഹാപ്പിനെസ്സിനെ മുകളിലേക്ക് കൊണ്ടുവെക്കുകയാണ് കൗൺസിലർ ഇതിനിടയിൽ ചെയ്യുന്നത്. യു ഫീൽ സ്കേർഡ് അല്ലെ. ഈ സംഭവം ഉണ്ടായപ്പോൾ ഉണ്ടായിട്ടുള്ള ഈ 3 കാര്യങ്ങളാണ് പറയുന്നത്. പിന്നെ റെസ്പോണ്ടിങ് ടു മീനിങ്, അതിന്റെ മീനിങ്ങിനോട്. ഇനി എന്താ നമുക്ക് ഉണ്ടാവേണ്ട കാര്യങ്ങള്? നമ്മളാകുന്ന കൗൺസിലർക്ക് ഉണ്ടാവേണ്ട പിന്നെ സ്കില്ലുകൾ എന്തൊക്കെയാണ്? എംപത്തി. ആർക്കും സിമ്പതിന്റെ ആവശ്യമില്ല. നോബഡി നീഡ് സിമ്പതി. ആർക്കും സിമ്പതിന്റെ ആവശ്യമില്ല. എംപതിയാണ് വേണ്ടത്. എംപതിയാണ് മറ്റുള്ളവരെ പവർഫുൾ ആക്കുക അല്ലെ. പരീക്ഷയിൽ മാർക്ക് കുറഞ്ഞു വരുന്ന നമ്മുടെ കുട്ടീൻ്റെ അടുത്ത് നമ്മൾ എങ്ങനെയാണ് എംപത്തറ്റിക് റെസ്പോൺസ് കൊടുക്കുന്നത്? ആരും നമുക്ക് പഠിപ്പിച്ചു തരണ്ട അല്ലെ. പണ്ട് കാലത്ത് അടിക്കുകയും ചീത്ത പറയുകയൊക്കെ ചെയ്തിരുന്നു. ഇപ്പൊ രക്ഷിതാക്കളൊക്കെ അവെയറായി. എന്റെ കുട്ടീനെ ഞാൻ വഴക്ക് പറഞ്ഞത് കൊണ്ട്, തല്ലിയത് കൊണ്ട് കാര്യമൊന്നുമില്ല. അവനെ അല്ലെങ്കിൽ അവളെ എംപവർ ചെയ്യാൻ, കൂടുതൽ സ്ട്രോങ് ആക്കാൻ, അടുത്ത പരീക്ഷയിലേക്ക് പ്രാപ്തനാക്കുവാൻ ഞാൻ ഈ കിട്ടിയ മാർക്കിനെ അപ്രീഷിയേറ്റ് ചെയ്തുകൊണ്ട് നീ വിചാരിച്ചാൽ ഇതിനേക്കാൾ കൂടുതൽ നിനക്ക് വാങ്ങിയെടുക്കുവാൻ വേണ്ടി കഴിയും. ഇപ്രാവശ്യം നീ മൊബൈലിൽ കളിച്ചത് കൊണ്ട്, അല്ലെങ്കിൽ മറ്റ് സംതിങ് കല്യാണം ഉള്ളത് കൊണ്ട്, വിരുന്നുള്ളത് കൊണ്ട്, യാത്രയുള്ളത് കൊണ്ട്, നമ്മുടെ വീടുമായി റിലേറ്റഡ് എന്തെങ്കിലും കാര്യങ്ങൾ പറയാം. റെസ്പെക്ട്. ആരിനെ റെസ്പെക്ട്? നമ്മളെ മുന്നിലിരിക്കുന്നവരെ റെസ്പെക്ട് ചെയ്യുക. ചിലപ്പോൾ കൊലപാതകയായിരിക്കാം. ഞാൻ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞല്ലോ, പൊന്നാനിയിൽ തന്നെ ഞാൻ നടത്തിയിട്ടുള്ള ഒരു കൗൺസിലിംഗിന്റെ എക്സ്പീരിയൻസ് ഞാൻ നിങ്ങളുടെ അടുത്ത് ഷെയർ ചെയ്തു. അവർ റെസ്പെക്ട് ചെയ്യുക, ജെന്യുവിനെസ് കാണിക്കുക അല്ലെ. നമ്മൾ ജെന്യുവിൻ ആയിട്ട് വേണം അവരുടെ മുന്നിൽ ഇരിക്കാൻ. അത് റെസ്പെക്റ്റുമായിട്ട് റിലേറ്റഡ് ആയ സാധനം. കോൺക്രീറ്റ്നെസ്. എന്താണ് കോൺക്രീറ്റ്നെസ്? ക്ലയന്റ് വ്യത്യസ്ത വിഷയങ്ങളിലേക്ക് ഇങ്ങനെ പോകും. കാരണം ക്ലയന്റിന് കേട്ടിരിക്കാൻ ഒരാൾ ആദ്യമായിട്ടായിരിക്കും അയാളുടെ ജീവിതത്തിൽ ഉണ്ടാകുക. ആരും പറയുന്നത് കേൾക്കുന്നില്ല. അപ്പൊ നമ്മളിങ്ങനെ ആഹാ ഓഹോ എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ കേൾക്കുമ്പോ ക്ലയന്റ് ഒരു പക്ഷെ പറഞ്ഞ് അയാൾ അവതരിപ്പിക്കുവാൻ വേണ്ടി വന്നിട്ടുള്ള വിഷയത്തിൽ നിന്നും വ്യതിചലിച്ച് ഇങ്ങനെ പറന്നു പോകും. അപ്പൊ പറന്നു പോകുമ്പോ കൗൺസിലർ എന്ത് ചെയ്യണം? കോൺക്രീറ്റ് ചെയ്യണം. അവരെ വിഷയത്തിലേക്ക് തന്നെ തിരിച്ചു കൊണ്ടുവരണം. ഇതിന് നമ്മൾ റെസ്പോണ്ടിങ് എന്ന് പറയുന്നത്. ഇനി പേഴ്സണലൈസിംഗിൽ എന്താണ് ചെയ്യുന്നത്? കൗൺസിലർ എന്താ ചെയ്യുന്നത്? പേഴ്സണലൈസിങ് ദ പ്രോബ്ലം. ഏതൊരു ക്ലയന്റ് വന്നാലും ക്ലയന്റ് കൗൺസിലറുടെ മുന്നിലിരുന്ന് ഇതിന്റെ ഉത്തരവാദി ഞാനല്ല സർ എന്ന് പറയാൻ വേണ്ടി ശ്രമിക്കും. വളരെ ചെറിയ, ഇപ്പൊ കഴിഞ്ഞ ദിവസം 34 വയസ്സുള്ള ഒരു ചെറുപ്പക്കാരൻ എന്നോട് പറഞ്ഞു, സർ എനിക്ക് ദേഷ്യമുണ്ട് സർ, ഞാൻ ഹാൻഡ്സ് ഉപയോഗിക്കുന്നു സർ, ഞാൻ പാൻപരാഗ് ഉപയോഗിക്കുന്നു സർ, ഞാൻ മദ്യം കഴിക്കുന്നു സർ. ഇങ്ങനത്തെ ക്ലയന്റുകളോട് പേഴ്സണലൈസിംഗിന്റെ വലിയ ആവശ്യം നമുക്കില്ല. പേഴ്സണലൈസിംഗ് ഈസ് ഇൻ അനദർ കൈൻഡ് ഓഫ് സ്റ്റൈലാണ് നമ്മൾ ഇവിടെ ഉപയോഗിക്കുക. മറ്റോ കുട്ടി പഠിക്കുന്നില്ല, കുട്ടി എന്ന് പറയും അച്ഛനും അമ്മയും വീട്ടിൽ എപ്പോഴും തല്ലാണ്, ഹസ്ബൻഡിന്റെ പ്രശ്നം, ഹസ്ബൻഡ് വൈഫ് പ്രോബ്ലം ആണെങ്കിൽ അവളാണ് പ്രശ്നം.
ഇദ്ദേഹം പറയും ഇവനാണ് പ്രശ്നം എന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും എന്ത് ചെയ്യും, കോൺഫറൻറ്റ് ഇത് ചെയ്യും, അങ്ങോട്ടും ഇങ്ങോട്ടും പഴിച്ചാലും. അപ്പൊ പേഴ്സണലൈസ് ഈ പ്രശ്നത്തിൽ നിങ്ങൾ കൂടി ഉൾച്ചേർന്നിട്ടുണ്ട് എന്ന് കൗൺസിലർ ഹിക്മത്തിലൂടെ പറഞ്ഞെത്തിക്കുന്നു. പേഴ്സണലൈസിങ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് പിന്നെ അടുത്ത സ്റ്റെപ്പ് ഗോൾ സെറ്റിംഗ് ആണ്. അപ്പൊ പേഴ്സണലൈസ് ചെയ്യപ്പെടുന്നതിൽ കൗൺസിലർ പരാജയപ്പെട്ടു കഴിഞ്ഞാൽ ആ കൗൺസിലിംഗ് സക്സസ് ആക്കാൻ വേണ്ടി പറ്റൂല. അതിനാണ് നമ്മൾ കൗൺസിലിങ്ങിന് ശേഷം സൈക്കോളജി പഠിക്കുന്നത്. ഞാൻ പറഞ്ഞല്ലോ 5 ക്ലാസ്സേ ഉള്ളൂ കൗൺസിലിംഗ്. 5 ക്ലാസ് പഠിച്ചാൽ കൗൺസിലിംഗ് പഠിച്ചു കഴിഞ്ഞു. പിന്നെ ഈ കൗൺസിലിങ്ങിനെ എങ്ങനെ സക്സസ് ആക്കണം എന്നുള്ളതാണ് 1 വർഷം നീണ്ടു നിൽക്കുന്ന സൈക്കോളജിയിലൂടെ നമ്മൾ പഠിക്കുന്നത്, അല്ലെ? അപ്പൊ ഞങ്ങളൊക്കെ 3 കൊല്ലം ഡിഗ്രിയിലും 2 കൊല്ലം PGയിലും ഒക്കെ ഇത്രയും ഡീപ്ലി പഠിച്ചു പോയ സാധനങ്ങളിൽ കുറെ തിയറികളുണ്ട്. ഞാൻ പറയും, ഞാൻ വ്യക്തിപരമായിട്ട് നിങ്ങൾക്ക് കോൺഫിഡന്റ് നൽകുകയാണ് കേട്ടോ. നിങ്ങൾ വിചാരിക്കും 3, 2, 5 കൊല്ലമൊക്കെ കഴിഞ്ഞ് PhD ഒക്കെ എടുത്തവര് കൗൺസിലായിട്ട് 1 കൊല്ലം കൊണ്ട് എങ്ങനെയാണ് പഠിക്കുന്നത് ചോദിച്ചു കഴിഞ്ഞാല് ഒരുപാട് തിയറികള്, അല്ലെ? പിയാഷെ ജനിച്ച വർഷം, അയാൾ സഞ്ചരിച്ച വാഹനം, അല്ലെ? അയാൾ കയറി ഷോപ്പ് ചെയ്ത സാധനങ്ങൾ, ഇതൊക്കെ നമ്മൾ പഠിച്ചിട്ട് വല്ല കാര്യമുണ്ടോ? 1897 പിന്നെ എന്താ പറയാ വിപ്ലവത്തെ കുറിച്ചിട്ടൊക്കെ നമ്മൾ കുറെ പഠിച്ചിട്ടുണ്ട്, അല്ലെ? കോളനി നിയമം, സ്റ്റാമ്പ് നിയമം എന്നൊക്കെ പറഞ്ഞിട്ട് ഓക്കെ. അതുകൊണ്ടൊക്കെ ഇപ്പൊ വല്ല കാര്യം ഉണ്ടായില്ല. അപ്പൊ ഇതിലെ ക്രീം എടുത്തുകൊണ്ടാണ് നമ്മളിവിടെ വെക്കുന്നത്. ഇനി കസ്റ്റമർ പ്രിഫറൻസ് എന്താണ്? അതിൽ ആ എക്സാമ്പിൾ മാത്രം നോക്കിയാൽ മതി നിങ്ങൾ. യു ഫീൽ സാഡ് എന്ന് പറയുമ്പോൾ എന്താണ്? അവിടെ ഒരു പ്രോബ്ലം ഉണ്ട്. യു ഫീൽ എയ്ഗർ എന്താണ് പറയാ, ഭാവി. അവിടെ ഒരു ഗോൾ ഉണ്ട്, ഗോൾ. അപ്പൊ അവിടെ സാഡിലും എയ്ഗറിലും എന്താണ് 2 വ്യത്യസ്ത തരത്തിലുള്ള സമ്മിശ്രമായിട്ടുള്ള ഒരു എന്താ പറയാ മാനസികാവസ്ഥയാണ് പ്രകടിപ്പിക്കുന്നത്. ദെൻ അഗെയിൻ നമ്മൾ പിന്നെ ഇതിലേക്ക് വരുമ്പോൾ ഇമ്മീഡിയസി എന്ന് പറഞ്ഞാൽ ഉടനടി ആ പ്രശ്നത്തെ പരിഹരിക്കുന്നതിനുള്ള വിഷയങ്ങളുമായി ബന്ധപ്പെട്ട് നമ്മൾ അവിടെ സംസാരിക്കുന്നുണ്ട്. പിന്നെ കോൺഫ്രണ്ടേഷൻ, താഴെ മലയാളത്തിൽ എഴുതിയിട്ടുണ്ട്, പൊരുത്തക്കേടുകളും വൈരുദ്ധ്യങ്ങളും. അതുപോലെ സംസാരത്തിനിടയിൽ ക്ലയന്റ് നമ്മളോട് സംസാരിക്കുമ്പോൾ ആ വിഷയത്തോട് പൊരുത്തപ്പെടാത്ത ചില കാര്യങ്ങൾ പറയും. അത് ക്ലാരിഫൈ ചെയ്യുന്നതിന് വേണ്ടി കൗൺസിലർ എന്ത് ചെയ്യും? അവരുടെ അടുത്ത് ചില സംശയങ്ങൾ തീർക്കുന്നതിനാണ് പറയുന്നത്. സെക്കൻഡ് ലാസ്റ്റ് സ്റ്റേജ് ആണ് ഇനീഷ്യേറ്റിംഗ്. ഇതിനെ ഗോൾ സെറ്റിംഗ് എന്നും പറയും, ഇനീഷ്യേറ്റിംഗ് എന്നും പറയും. ഇവിടെ എന്താണ് പിന്നെ കൗൺസിലറുടെ പ്രധാന പരിപാടി എന്താണ്? ക്ലയന്റ് നമ്മളോട് പ്രത്യേകമായി അഭ്യർത്ഥിച്ചിട്ടില്ലെങ്കിലും വളരെ പ്രസക്തമായ വിവരങ്ങൾ അപ്ഡേറ്റ് ഉപയോഗിച്ചുകൊണ്ട് അവരെ ബന്ധപ്പെടുക എന്നതാണ്. അതായത് പ്രോആക്റ്റീവ് ഔട്ട്റീച്ച്. ക്ലയന്റ് നമുക്ക് അറ്റൻഡിങ് സമയത്ത് നമ്മളോട് പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ വെച്ചുകൊണ്ട് ക്ലയന്റിനോട് നമ്മളൊരു ഗോൾ സെറ്റ് ചെയ്യാൻ വേണ്ടി പറയണം. അപ്പൊ ഇനീഷ്യേറ്റ് ചെയ്യുമ്പോൾ എന്താ സംഭവിച്ചത്? ഇനീഷ്യേറ്റീവ് ഞാനും ഈ വിഷയത്തിൽ ഉൾച്ചേർന്നിട്ടുണ്ട്, അല്ലെ? ഹസ്ബൻഡ് വൈഫ് പ്രശ്നത്തിൽ ഹസ്ബൻഡ് വൈഫിനെ പഴിചാരുമ്പോൾ നമ്മൾ കൗൺസിലിംഗിൽ അറ്റൻഡിങ്ങും കഴിഞ്ഞ് റെസ്പോണ്ടിങ്ങും കഴിഞ്ഞ് പേഴ്സണലൈസിംഗിലേക്ക് വരുമ്പോൾ കൗൺസിലർ മനസ്സിലാക്കി, പ്രശ്നങ്ങളുടെ ഘടനയൊക്കെ മനസ്സിലാക്കി. അപ്പോൾ എന്നിട്ട് കൗൺസിലർ അയാൾ അതിൽ ഉൾച്ചേർന്നിട്ടുണ്ട് എന്ന് അയാളെ കൊണ്ട് സമ്മതിപ്പിക്കുന്നു. എന്നിട്ട് പ്രശ്നപരിഹാരത്തിനുള്ള ഗോള് സെറ്റ് ചെയ്യുന്നു. പ്രൊആക്റ്റീവ് ഔട്ട് പേഴ്സണലൈസ്ഡ് ഓഫേഴ്സ് എന്ന് പറഞ്ഞാൽ ഈ പ്രശ്നത്തിൽ നമ്മൾ സാധാരണ കുറച്ച് ഒരു റെഡിമെയ്ഡ് ക്വസ്റ്റ്യൻസ് ഉണ്ട് ഇവിടെ. ഈ കൗൺസിലിംഗ് കഴിയുമ്പോൾ നിങ്ങൾ എന്താണ് ഇവിടെ നിന്ന് പ്രതീക്ഷിക്കുന്നത്, എന്തിനു വേണ്ടിയാണ് നിങ്ങൾ ഇവിടെ വന്നത്, ഈ സെഷൻ കഴിയുമ്പോൾ നിങ്ങൾ എന്താണ് എക്സ്പെക്ട് ചെയ്യുന്നത് തുടങ്ങിയിട്ടുള്ള കുറച്ച് റെഡിമെയ്ഡ് ക്വസ്റ്റ്യൻസുകൾ ആ വിഷയത്തിൽ നമ്മൾ പഠിക്കും. ഇതില് എന്താ പറയാ കുറെ വെർബാറ്റിംസ് ഞാൻ പറഞ്ഞല്ലോ, മുന്നേ ചെയ്തു പോയിട്ടുള്ള ആളുകൾ വെർബാറ്റിംസ് ഒക്കെ ചെയ്തു പോയ കൗൺസിലിംഗിൽ വെർബാറ്റിംസ് വായിക്കുമ്പോഴൊക്കെയാണ് ഇത് കൂടുതൽ ക്ലിയർ ആവുക. പിന്നെ ബിൽഡിംഗ് റിലേഷൻഷിപ്പ്, കൗൺസിലറും കൗൺസിലിയും തമ്മിലുള്ള റിലേഷൻഷിപ്പ്. ഇതിന്റെ മുന്നേ റാപ്പോ എന്ന് പറയുന്ന ഒരു പരിപാടിയൊക്കെ ഉണ്ട്. റാപ്പോന്റെ മലയാളം വേർഡ് നിങ്ങൾക്ക് അറിയുന്നുണ്ടായിരിക്കും. അതായത് പിന്നെ ക്ലയന്റും കൗൺസിലറും കൗൺസിലിയും തമ്മിലുള്ള ഒരു നല്ല ആത്മബന്ധം ഉണ്ടാക്കുക. അവസാനത്തേതിന് നമ്മൾ ടെർമിനേഷൻ എന്ന് പറയും, ഇതിനെ നമ്മൾ സെലിബ്രേഷൻ എന്ന് പറയും. എന്താണ്? ചിലപ്പോൾ 3 തരത്തിലാണ് ഇവിടെ പറയുന്നത്. 3 തരത്തിലുള്ള കാര്യങ്ങളുണ്ട്. ഒന്നുകിൽ റെഫർ ചെയ്യും, റെഫറൽ കൗൺസിലിംഗ്. എന്താണ് റെഫറൽ കൗൺസിലിംഗ് എന്നുള്ളത് കൊണ്ട് ഉദ്ദേശിക്കുന്നത് മറ്റൊന്നുമല്ല, കൗൺസിലർ അല്ല അദ്ദേഹത്തെ കാണേണ്ടത്, സൈക്കോളജിസ്റ്റ് അല്ല കാണേണ്ടത്, സൈക്യാട്രിസ്റ്റ് ആണ് കാണേണ്ടത്. അങ്ങനെയുള്ള സമയങ്ങളിൽ നമ്മൾ സൈക്യാട്രിസ്റ്റിനെ റെഫർ ചെയ്യും.
മറ്റൊരു റെഫറൽ എന്താണ്, നമ്മുടെ അടുത്ത് ചിലപ്പോൾ ഇപ്പൊ ഞാനൊരു പുരുഷനാണ്, എൻ്റെ അടുത്ത് വരുമ്പോൾ ചില സ്ത്രീകൾ വളരെ റെയർ ആയിട്ട് അവർ ഓപ്പൺ ആകുവാൻ വേണ്ടി മടിക്കും. അപ്പൊ നമ്മൾ അവരുടെ അടുത്ത് ചോദിക്കും, താങ്കൾക്ക് ഞാനൊരു പുരുഷനായതുകൊണ്ട് എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടോ? സ്ത്രീകളായിട്ടുള്ള കൗൺസിലേഴ്സും ചോദിക്കാം, നിങ്ങൾ എന്തെങ്കിലും പ്രയാസമുണ്ടോ, നിങ്ങൾക്ക് ഒരു ഫീമെയിൽ കൗൺസിലർ ഞാൻ അറേഞ്ച് ചെയ്യണോ, ഞാനൊരു മെയിൽ കൗൺസിലർ അറേഞ്ച് ചെയ്യണോ? അത് മറ്റൊരു തരത്തിലുള്ള റെഫറലാണ്. അപ്പോ ഒന്നാമത്തെ റെഫറൽ അതാണ്. രണ്ടാമത്തെ റെഫറൽ ഇതാണ്, റിലക്റ്റൻസ് ആൻഡ് റെസിസ്റ്റൻസ്. റിലക്റ്റൻസ് ആൻഡ് റെസിസ്റ്റൻസ് എന്ന് പറഞ്ഞാൽ എന്താണ് സംഭവം? വിമുഖത. റിലക്റ്റൻസ് എന്ന് പറഞ്ഞാൽ വിമുഖത. നമ്മൾ നേരത്തെ പറഞ്ഞു തന്നെ, റെഫറലുമായി ബന്ധപ്പെട്ട് പറഞ്ഞില്ലേ, വിമുഖത കാണിക്കും കൗൺസിൽ കാര്യങ്ങൾ പറയുന്നതിന് വേണ്ടിയിട്ട്. റെസിസ്റ്റന്റ്, പ്രതിരോധം കാണിക്കും, ചില കാര്യങ്ങൾ തുറന്നു പറയാനും മടിക്കും. അപ്പൊ അതൊക്കെ നമ്മൾ എന്ത് ചെയ്യും? റെഫറൽ മറ്റുള്ളവർക്ക് വിടും. സെലിബ്രേഷൻ എന്ന് ഈ സ്റ്റേജിന് പറയാൻ കാരണം എന്താണ്? കൗൺസിലിംഗ് എല്ലാം കഴിഞ്ഞ് എല്ലാം ഭംഗിയായി പൂർത്തീകരിച്ച് കഴിഞ്ഞാൽ എന്ത് ചെയ്യും? നമ്മള് സന്തോഷമായിട്ട് പിരിയും. ഇതിനെയാണ് ഇത് പറയുന്നത്. അപ്പൊ എന്തൊക്കെയാ പറഞ്ഞത്? ആക്റ്റീവ് ലിസണിങ് പറഞ്ഞു, അവിടെ എംപതിയാണ് വളരെ അത്യാവശ്യമുള്ള കാര്യമെന്ന് നമ്മൾ പറഞ്ഞു അല്ലെ. പിന്നെ പവർ ഓഫ് പേഴ്സണലൈസേഷൻ, ക്ലയന്റ് ഈ പ്രശ്നത്തിൽ ഉൾച്ചേർന്നിട്ടുണ്ട്. ഞാനല്ല അല്ലെ, വൈഫാണ്, ഞാനല്ല ഹസ്ബൻഡാണ്, ഞാനല്ല അച്ഛനും അമ്മയാണ്. എന്റെ പഠനത്തിൽ ഞാൻ പിറകോട്ട് പോകാൻ കാരണം എന്താണ്? അച്ഛനും അമ്മയും. കാരണം അവരെപ്പോഴും വഴക്കാണ്, അവരെനിക്ക് സൗകര്യങ്ങൾ ഒരുക്കി തരുന്നില്ല, മറ്റുള്ളവർ ബ്ലെയിം ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രമിക്കും. അപ്പൊ നമ്മൾ അവരിലേക്ക് കൊണ്ടുവരുവാൻ വേണ്ടിയിട്ട് കൗൺസിലർക്ക് കഴിയണം അല്ലെ. പിന്നെന്താണ്? അവിടെ ബിൽഡിംഗ് ട്രസ്റ്റ് ഉണ്ടായിരിക്കണം, കമ്മ്യൂണിക്കേഷൻ ഓപ്പൺ ആയിരിക്കണം, ലോയലിറ്റി ഉണ്ടായിരിക്കണം. ഇതൊക്കെയാണ് ഈ കാര്യങ്ങൾ. ഞാൻ ഇത്രയും കാര്യങ്ങൾ ജസ്റ്റ് നിങ്ങളുടെ സൂചനയിൽ ഇന്നത്തെ സ്ലൈഡിൽ പേഴ്സണൽ ഡെവലപ്മെന്റ് ആൻഡ് സെൽഫ് പ്യൂരിഫിക്കേഷൻ ഇൻ ഇസ്ലാം അല്ലെ. ഞാൻ ഇന്ന് കഴിഞ്ഞ ക്ലാസ്സുകളിലൊക്കെ നിരന്തരം തുടർച്ചയായി പറഞ്ഞുകൊണ്ടിരുന്ന കാര്യം പറയാണ്, ഇതൊരു വലിയ എന്താ പറയുക കാര്യമല്ല. ഒരു പേഴ്സണൽ ലൈഫിൽ ആസ് എ മുസ്ലിം നമ്മൾ കൊണ്ടു നടക്കേണ്ട കാര്യങ്ങളെ കുറച്ചുകൂടി അണ്ടർലൈൻ ചെയ്തുകൊണ്ട് പഠിപ്പിക്കുകയാണ് എന്നതാണ് നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി കഴിയുക. ഓരോ ക്ലിപ്പിലൂടെ പോകുമ്പോഴും നമുക്ക് അതാണ് മനസ്സിലാക്കാൻ വേണ്ടി കഴിയുക. ഇതൊക്കെ നമ്മളെ ലൈഫിലുള്ളതാണല്ലോ എന്ന് നമുക്ക് തോന്നും അല്ലെ. നമസ്കാരത്തെ കുറിച്ച് പറയുന്നു, ദിക്റുകളെ കുറിച്ച് പറയുന്നു, ദുആകളെ കുറിച്ച് പറയുന്നു അല്ലെ. അത് കൂടുതൽ ആഴത്തിൽ പഠിക്കാനും മനസ്സിലാക്കാനും വേണ്ടിയിട്ട് ശ്രമിക്കുമ്പോൾ ഇതിന് ഇങ്ങനെ ചില വശങ്ങൾ ഉണ്ട് എന്ന് നമ്മൾ തിരിച്ചറിയുകയാണ് ചെയ്യുന്നത്. അറിയാത്ത കാര്യങ്ങളൊന്നുമല്ല, ചില തിരിച്ചറിവുകൾ വരെയാണ് ചെയ്യുന്നത്. പാത്ത് ടു ഇന്നർ ഗ്രോത്ത് ആൻഡ് സ്പിരിച്വൽ എക്സലൻസ്. ആ വേർഡ് തന്നെ എന്താണ് സൂചിപ്പിക്കുന്നത്? എന്തിലേക്കാണ്? സ്പിരിച്വൽ എക്സലൻസിലേക്ക് കൊണ്ടുചെന്നെത്തിക്കുകയാണ് ഇസ്ലാം ചെയ്യുന്നത്. ഖുർആൻ ഓതുന്ന സമയത്തൊക്കെ നമ്മൾ അത് തന്നെയാണ് എക്സ്പീരിയൻസ് ചെയ്യുന്നത്. എന്താണ് യഥാർത്ഥത്തിൽ ഒരു വ്യക്തിയുടെ പേഴ്സണൽ ഡെവലപ്മെന്റ് എന്നുള്ളത് കൊണ്ട് ഉദ്ദേശിക്കുന്നത്? വ്യക്തിപരമായ ഒരു മനുഷ്യന്റെ വളർച്ച എന്നുള്ളത് കൊണ്ട് എന്താണ് ഉദ്ദേശിക്കുന്നത്? ഇതിൽ ഇസ്ലാമിന്റെ പ്രാധാന്യം എന്താണ്? ഓക്കെ, പേഴ്സണൽ ഡെവലപ്മെന്റ് ഇൻ ഇസ്ലാം ഈസ് അബൌട്ട് ഇംപ്രൂവ് വൺ സെൽഫ് സ്പിരിച്വാലിറ്റി, മോറലി ആൻഡ് ഇന്റലക്ച്വലി. നോക്കൂ, എല്ലാം മൂന്ന് കാര്യങ്ങളാണ്. ഓരോ കഴിഞ്ഞ ദിവസത്തെയും അതിന്റെ മുന്നത്തെ ദിവസങ്ങളിലൊക്കെ പറയുമ്പോഴും മൂന്ന് കാര്യങ്ങൾ വെച്ച്. ഇവിടെ എന്താ? സ്പിരിച്വാലിറ്റി, മോറലി ആൻഡ് ഇന്റലക്ച്വലി, ടു ഗ്രോ ക്ലോസർ ടു. എവിടേക്കാണ് ക്ലോസർ ആവുന്നത്? ടു അല്ലാഹ് ആൻഡ് ലിവ് എ മീനിങ് ഫുൾ ലൈഫ്. ഇത് ക്ലോസ് ആവുമ്പോ എന്ത് ലഭിക്കുന്നതാണ് ദീന് പറഞ്ഞു തരുന്നത്? ഇസ്ലാം പറഞ്ഞു തരുന്നത് അള്ളാഹുവുമായിട്ട് നിങ്ങൾ ക്ലോസ് ആവുകയാണ് ചെയ്യുന്നത്. അടുത്ത് വരും. അള്ളാഹിന്റെ അടുത്ത് അടുത്ത് വന്നാൽ ഒരു മനുഷ്യന് എന്ത് പ്രത്യേകത ഉണ്ടാവുക? അവനിൽ ഒരു തെറ്റ് ചെയ്യാൻ അവന്റെ മനസ്സ് പ്രേരിപ്പിക്കുമ്പോൾ സ്വാഭാവികമായിട്ടും അവൻ അതിൽ നിന്ന് ഒരു പിന്നോട്ട് പോക്ക് പിന്നെ ഒരു ബാക്കിലോട്ട് ഒരു വലിയലുണ്ടാകും. ഞാനിതിനെ എല്ലാത്തിനെയും കൗൺസിലിയുമായിട്ട് കണക്ട് ചെയ്യുകയാണ് ചെയ്യുന്നത്. ഞാൻ പറഞ്ഞല്ലോ, ഹിന്ദു ക്ലൈന്റ് വന്നാലും ക്രിസ്ത്യൻ ക്ലൈന്റ് വന്നാലും മതമില്ലാത്ത ക്ലൈന്റ് വന്നാലും നമുക്ക് ഇവരെ ദൈവവുമായി അള്ളാഹുവുമായി കണക്ട് ചെയ്യുവാൻ വേണ്ടിയിട്ട് കഴിയുന്ന മേഖലയെ കുറിച്ചിട്ടാണ് നമ്മൾ ഇവിടെ സൂചിപ്പിക്കുന്നത്. അതിലെന്താണ്? അവിടെ എന്താണ്? പേഴ്സണൽ ഡെവലപ്മെന്റ്, തസ്കിയ. എന്താണ്? സോളിനെ പ്യൂരിഫൈ ചെയ്യുക എന്നുള്ളതാണ് അവിടെ പ്രധാനപ്പെട്ട. ഖുർആനിൽ പറയുന്നത് ഖദ് അഫ്ലഹ മൻ സക്കാഹ വഖദ് ഖാബ മൻ ദസ്സാഹ. എന്താണ്? നിന്റെ അസ്തിത്വത്തെ പരിശുദ്ധമാക്കിയവൻ വിജയം കൈവരിച്ചു,
എന്തിനെ പരിശുദ്ധമാക്കിയവനാണ്? അസ്തിത്വം പരിശുദ്ധമായി കഴിഞ്ഞാൽ എന്തുണ്ടാവും? അവന്റെ സമ്പത്ത് പരിശുദ്ധമാകും, അവന്റെ സ്വഭാവം പരിശുദ്ധമാകും, അവന്റെ കുടുംബ ബന്ധം പരിശുദ്ധമാകും, എല്ലാം പരിശുദ്ധമാകും. വഖദ് ഖാബ മൻ ദസ്സാഹ. അതിനെ കളങ്കപ്പെടുത്തിയാലോ അവൻ പിന്നെ അവനെക്കാളും വലിയ നിർഭാഗ്യവാനും മറ്റാരും ഇല്ല എന്നാണ് പറയുന്നത്. അപ്പൊ തെസ്കിയ എന്ന് പറയുന്ന കാര്യം അല്ലെ, അത് വളരെ പ്രധാനപ്പെട്ടതാണ്. പിന്നെ എന്താ പറയാ, മുഹാസബ, സെൽഫ് റിഫ്ലക്ഷൻ ആണ്. സെൽഫ് റിഫ്ലക്ഷൻ നമ്മൾ പറയുന്നുണ്ട്. ഇത് കൂടുതൽ സാധ്യമാകുന്നത് എന്താണ്? ഇമോഷണൽ ഇന്റലിജൻസ് ആണ്. ഇമോഷണൽ ഇന്റലിജൻസ്. നമ്മൾ പിന്നെ ഒരുപാട് പ്രയാസങ്ങളും പ്രതിസന്ധികളും അനുഭവിക്കുമ്പോഴും ഒരുപാട് ബുദ്ധിമുട്ടുകൾ അനുഭവിക്കുന്ന സമയത്തും അതിനെ ഓവർകം ചെയ്യുവാനുള്ള ഒരു മെക്കാനിസം നമ്മളിൽ വർക്ക് ചെയ്യും അല്ലെ. നമുക്കൊരു സാമ്പത്തിക ആവശ്യം വരുന്നു, ഒരു 10,000 രൂപയുടെ ആവശ്യം വരുന്നു. 10,000 രൂപയുടെ ആവശ്യം വന്ന് 10,000 രൂപ പോക്കറ്റിലുള്ളവനെ സംബന്ധിച്ചിടത്തോളം എന്താ തോന്നുക? ഐ ഹാവ് മണി. എന്തിനാ ഞാൻ എന്ത് ചെയ്യുന്നത്? ടെൻഷൻ അടിക്കുന്നത്. 5,000 രൂപ കയ്യിലുള്ളവനെ സംബന്ധിച്ചിടത്തോളം വലിയ ടെൻഷൻ ഉണ്ടാവില്ല. കാരണം 5,000 ഈസ് ദർ. ഇനി എനിക്ക് 5,000 രൂപ കൊണ്ട് കൂടി എന്ത് ചെയ്താൽ മതി? സംഘടിപ്പിച്ചാൽ മതി. ഒരു പൈസയും ഇല്ലാതായി കഴിഞ്ഞാലോ അവന് ടെൻഷൻ വന്നു. അപ്പൊ അവന്റെ അടുത്ത് ദീന് പറയാണ്, നീ ടെൻഷൻ അടിക്കണ്ട, നീ ബുദ്ധിമുട്ടാണ്, നീ അതിനു വേണ്ടി പരിശ്രമിക്കൂ. ആ ഉദ്ദേശിച്ചത് തരുന്നത് പടച്ച തമ്പുരാനാണെന്ന് പഠിപ്പിച്ചു കൊടുക്കുകയാണ് ഇത് ചെയ്യുന്നത്. ഇത് പറയാൻ സിമ്പിളുള്ള കാര്യമാണെന്ന് എനിക്കറിയാം. സാമ്പത്തിക പ്രവൃത്തി പദത്തിൽ കൊണ്ടുവരിക എന്ന് പറയുന്നത് അത്ര ഇടങ്ങറുള്ള കാര്യമാണെന്നും എനിക്കറിയാം. പക്ഷെ ഒരു മനുഷ്യനെ ദീന് പഠിപ്പിക്കുന്നത് ആക്ച്വലി ഇതാണ്. നിങ്ങൾ അതിന് വശംവദരായിട്ട് കാര്യമൊന്നുമില്ല. നിങ്ങൾ അതിന് ടെൻഷൻ അടിച്ചുകൊണ്ട് വല്ല കാര്യമുണ്ടോ? പരീക്ഷാ സമയത്ത് കുറെ കുട്ടികൾ പരീക്ഷാ സമയത്ത് കൗൺസിലിംഗ് സെന്ററുകളിൽ ഭയങ്കര ചാകരയാണ്. ഇപ്പൊ തന്നെ തുടങ്ങി 10ാം ക്ലാസ്സുകാരുടെ കൗൺസിലിങ്ങിന് വരും. ആകെ ഇനി 4 മാസങ്ങളും കൂടി ഉണ്ട്. ഡിസംബറും കഴിഞ്ഞ്, ജനുവരിയും കഴിഞ്ഞ്, ഫെബ്രുവരിയും കഴിഞ്ഞ്, 3.5 മാസം ഉണ്ട്. പക്ഷെ ഇപ്പോഴേ ടെൻഷനാണ്. സാറേ പഠിച്ചിട്ട് തലയിൽ കയറുന്നില്ല, സാറേ എന്താ ചെയ്യാ സാറേ എന്ന് ചോദിച്ചിട്ട് കുട്ടികൾ ഇങ്ങനെ വന്നോണ്ടിരിക്കുകയാണ്. ചിലവർ പള്ളിയിൽ പോക്ക് തുടങ്ങിയിട്ടുണ്ട്. വീട്ടിൽ നിന്ന് നിസ്കരിച്ചിരുന്നവർ പള്ളിയിൽ പോക്ക് തുടങ്ങി, തീരെ നിസ്കരിക്കാത്തവർ നിസ്കാരം തുടങ്ങി, അമ്പലത്തിൽ പോകാത്തവർ അമ്പലത്തിൽ പോകാൻ തുടങ്ങി, ചർച്ചിൽ പോകാത്തവർ ചർച്ചിൽ പോകാൻ തുടങ്ങി. അങ്ങനെയൊക്കെ കുറെ സാധനങ്ങൾ കുട്ടികളിലെല്ലാം മുതിർന്നവരിലും കാണാൻ വേണ്ടി കഴിയും. ഞാനിപ്പോ എനിക്ക് നല്ല പരിചയമുള്ള ഒരു ഡോക്ടർ ഉണ്ടായിരുന്നു. ആ ഡോക്ടർ ഒരു മുസ്ലിം ഡോക്ടറാണ്. പക്ഷെ അവര് വേഷവിധാനത്തിലൊന്നും അതൊന്നും കീപ്പ് ചെയ്യാറില്ല. ഒരിക്കൽ ഞാൻ ഡോക്ടറെ കണ്ടപ്പോ ഡോക്ടർ വളരെ നന്നായി വസ്ത്രമൊക്കെ ധരിച്ച് ഇസ്ലാമിക് വേഷധാരിയായിട്ട് ഇരിക്കുന്നത്. അപ്പൊ ഞാൻ ഡോക്ടറുടെ അടുത്ത് ചോദിച്ചു, ഡോക്ടർ ചെറിയ ചേഞ്ചസ് ഉണ്ടല്ലോ ഡോക്ടർ, അപ്പോ കാര്യം നീ ഒന്നും അറിയില്ലേ? അപ്പൊ ഞാൻ ചോദിച്ചു എന്ത് പറ്റി ഡോക്ടർ? അപ്പൊ ഞാൻ മുഖഭാവത്തിൽ നിന്നൊക്കെ എന്തോ ഒരു പ്രയാസം ഉണ്ടെന്ന് തോന്നി. അപ്പോൾ പറഞ്ഞു, എൻ്റെ മകൻ, ആകെ കൂടി ഒരു മകനേ ഉള്ളൂ, ബാംഗ്ലൂരിൽ MBBS പഠിച്ചുകൊണ്ടിരുന്ന മകന് അതിക്രൂരമായിട്ട് കൊലപ്പെടുത്തുക. അപ്പൊ ഞാൻ ന്യൂസൊക്കെ വായിച്ചിട്ടുണ്ട്, പക്ഷെ ഡോക്ടറുടെ കുട്ടിയാണെന്ന് എനിക്ക് അറിയുമായിരുന്നില്ല. അപ്പോ അത് അവരെന്നെ എന്തിലേക്ക് ലീഡ് ചെയ്തു? അവര് പിന്നെ എന്താ പറയാ, മതപരമായ അറ്റാച്ച്മെന്റിലേക്കാണ് ലീഡ് ചെയ്തത്. അപ്പൊ എന്താണ് സ്റ്റെപ്സ് ഫോർ പ്യൂരിഫിക്കേഷന് വേണ്ടിയിട്ട് എടുക്കേണ്ട സ്റ്റെപ്സ് എന്താണ്? അത് ഞാൻ നേരത്തെ പറഞ്ഞല്ലോ. ഇത് പറയുന്നത് കേൾക്കുമ്പോൾ ചിലപ്പോൾ ഈ ക്ലിപ്പുകൾ ഉണ്ടാക്കുമ്പോൾ തന്നെ നമ്മളെ പിന്നെ സിലബസ് ഒക്കെ വെച്ച് ഉണ്ടാക്കുമ്പോൾ തന്നെ എനിക്ക് തന്നെ അത്ഭുതം. ഇത് അത്ര വലിയ സംഭവമൊന്നുമല്ല. എന്താണ് സ്ട്രെങ്തനിങ് ദ ഫെയ്ത്ത്? എന്താണ് ഈമാൻ ഉണ്ടാക്കുക? ഈമാൻ ഉണ്ടാക്കുക എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം എന്താ? ഈമാൻ ഉണ്ടാക്കുക എന്ന് പറഞ്ഞാൽ ഈമാൻ ഇത് ഉണ്ടാവുന്ന സാധനമല്ല, നമ്മൾ ഉണ്ടാക്കുന്ന സാധനമാണ്. എങ്ങനെ ഉണ്ടാക്കുക? ഖുർആൻ ഓതുക, നിസ്കരിക്കുക, അല്ലെ, ദിക്ർ ദുആകൾ ചൊല്ലുക. റമദാനാണെന്നുണ്ടെങ്കിൽ ആ നോമ്പിലേക്ക് അങ്ങോട്ട് ഉൾച്ച് ആഴത്തിൽ പ്രവേശിക്കുക. അതുകൊണ്ടാണ് റമദാനിനെ പരിചയപ്പെടുത്തുന്ന സമയത്ത് ഖുർആനും റമദാനിലേക്ക് എങ്ങനെ നിങ്ങൾ ഊളി തുടങ്ങണമെന്ന് പറയുന്നിടത്ത് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ഒക്കെ പഠിപ്പിക്കുന്നത് എന്താണ്? അല്ലെ, കേവലം ഭക്ഷണപാനീയങ്ങൾ ഒഴിവാക്കുന്നതിന്റെ പേരല്ല റമദാൻ എന്ന് പറയുന്നതിൽ എന്താണ് പറഞ്ഞിട്ടുള്ളത്? ഞാൻ അത്തരം കാര്യങ്ങളിലേക്ക് ഡീപ്പായിട്ട് ഈ ക്ലാസ്സിൽ എവിടെയും പോയിട്ടില്ല കേട്ടോ. കാരണം ഇതൊക്കെ നിങ്ങൾക്ക് നിരന്തരമായിട്ട് കേൾക്കാൻ പിന്നെ വയത് പരമ്പരകളുണ്ട്. അത് യൂട്യൂബിൽ തന്നെ ഇഷ്ടം പോലെ അവൈലബിൾ ആണ്. അതുകൊണ്ടാണ് ഞാൻ അത്തരം കാര്യങ്ങളിലേക്ക് പോകുന്നത്. സിൻസിയർ റിപ്പീറ്റൻസ്, തൗബ റിപ്പീറ്റ് ചെയ്തുകൊണ്ടേയിരിക്കുക. ബുദ്ധിമുട്ടുകൾ സംഭവിച്ചു പോയ വിഷയങ്ങളെ കുറിച്ചിട്ട്, അല്ലെ, സാധാരണ ഒരു മനുഷ്യനിൽ സംഭവിക്കുന്ന കാര്യം എന്താണ്? റസൂല് പഠിപ്പിച്ച ഒരു കാര്യമാണ്. നിങ്ങളുടെ കുടുംബ ബന്ധവുമായിട്ട് ഒരു പ്രയാസം തോന്നും, ഓക്കെ, ഒരു സാമ്പത്തിക ഇടപാടാണ്, അല്ലെങ്കിൽ ബ്രദർ സിസ്റ്റർ പ്രോബ്ലം ആണ്, മാതാപിതാക്കളുമായിട്ടുള്ള പ്രശ്നമാണ്. എന്ത് വിഷയത്തിലാണ് നിങ്ങൾ അവരുമായിട്ട് പിന്നെ പൊരുത്തമില്ലാത്തത്? ആ വിഷയത്തിൽ മാത്രം നിങ്ങൾ പൊരുത്തക്കേട് ഉണ്ടാവുകയും മറ്റു കാര്യങ്ങളിലൊക്കെയും നിങ്ങൾക്ക് അവരോട് പിന്നെ സഹകരിച്ച് മുന്നോട്ട് പോവുകയും ചെയ്യാലോ. ഇപ്പൊ ഞാനും എൻ്റെ
ഒരു ഉറ്റ സുഹൃത്തും തമ്മിൽ സാമ്പത്തിക പ്രശ്നം ഉണ്ടായി. അതിന് അവനോട് മിണ്ടാതിരിക്കരുത് റസൂൽ പഠിപ്പിക്കുന്നത്. ആ സാമ്പത്തികമായ വിഷയത്തിൽ നിങ്ങൾ തമ്മിലുള്ള പൊരുത്തക്കേടുകളെ നിലനിർത്തിക്കൊണ്ട് തന്നെ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, നിങ്ങൾക്ക് സൗഹൃദ ബന്ധവുമായിട്ട് മുന്നോട്ട് പോകാം. ഇതിനാണ് ഈ സ്ട്രെങ്തനിങ് ദ ഫെയ്ത്ത് എന്ന് പറയുന്നത്, ഈമാൻ എന്ന് പറയുന്നത്. അത് ഏതിലൂടെ വന്നെത്തുന്നതാണ്? അത് തൗബയിലൂടെ കിട്ടുന്നതാണ്. പിന്നെയോ റെഗുലർ റിമെമ്പറൻസ് ഓഫ് അള്ളാഹ്. എന്താണ് റെഗുലർ റിമെമ്പറൻസ് എന്ന് ഇംഗ്ലീഷിലൊക്കെ പറയും, വലിയ സാധനം ദിക്ർ എന്നാണ് ഈ പറഞ്ഞതിന്റെ അർത്ഥം. ദിക്ർ ചൊല്ലുക, അല്ലെ? ദിക്ർ ചൊല്ലുക. അതിപ്പോ ഇങ്ങനെ മാലയും പിടിച്ച് വഴിയിലൂടെ പോവുകയോ മോതിരം പോലത്തെ സാധനം ഇട്ട് ഇങ്ങനെ അമർത്തി കളിക്കുകയോ അല്ലെങ്കിൽ ടിക് 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 ബട്ടൺ ഒന്നും ഉണ്ടാവണമെന്നില്ല. ടിക് 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 ഇവിടെ അല്ലേ വേണ്ടത്, അല്ലെ? ഇവിടെയാണ് ഈ സാധനം ഉണ്ടാവേണ്ടത്. ഈ കൈമല് അത് ഇതിനൊന്നും ഞാൻ കുറച്ച് കാണുകയല്ല കേട്ടോ, അങ്ങനെ നിങ്ങൾ ധരിച്ചേക്കരുത്. ഒരാൾക്ക് മാനസികമായ സംതൃപ്തി ലഭിക്കുന്നത് കൈകളിൽ അണിഞ്ഞിട്ടുള്ള മോതിരം പോലെയുള്ള ഒരു ഡിവൈസിന്റെ മേലെയാണെന്നുണ്ടെങ്കിൽ അത് ഉപയോഗിക്കുന്നുണ്ട്, കുഴപ്പമൊന്നുമില്ല. തസ്ബീഹ് മാല ഉപയോഗിക്കുന്നത് കൊണ്ട് കുഴപ്പമൊന്നുമില്ല. പക്ഷെ അതൊരു ബ്യൂട്ടിക്ക് വേണ്ടിയിട്ട് കൊണ്ട് നടക്കരുത് എന്ന് മാത്രമേ ഞാൻ ഈ എന്താ പറയാ ഈ പറഞ്ഞതിന്റെ ഉദ്ദേശമുള്ളൂ. ഒരു മിനിറ്റ്. ഓക്കെ, അപ്പൊ നമുക്ക് തുടരാം. ഓക്കെ, പിന്നെ നമ്മൾ പറയുന്നത് എന്താണ്? സെൽഫ് റിഫ്ലക്ഷൻ ആൻഡ് അക്കൗണ്ടബിലിറ്റി എന്ന് പറയുന്ന മുഹാസബ. ഒരു മനുഷ്യന്റെ കണക്ക് കൂട്ടുകളെ പറയുന്നത് ഇസ്ലാമിലെ ആത്മപരിശോധന എന്ന് പറയാണ്, അല്ലെ? അവനെപ്പോഴും അവനെ കുറിച്ച് ആലോചിച്ചുകൊണ്ടിരിക്കണം. നമ്മളെ സമ്പത്ത് തിട്ടപ്പെടുത്തി ബാങ്ക് ബാലൻസ് എത്ര ഉണ്ട്, അല്ലെങ്കിൽ ഞാൻ ഏതൊക്കെ കടങ്ങളുണ്ട്, എന്റെ കുടുംബത്തിൽ എന്തെല്ലാം പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുണ്ട് എന്നൊക്കെ അതിൽ കണക്ക് കൂട്ടുക എന്ന് പറയുന്നത് ആത്മപരിശോധന നടത്തുകയിൽ വളരെ പ്രാധാന്യമുള്ള കാര്യമാണ്. നമ്മളെ മുന്നിൽ ഒരു ക്ലയന്റ് വന്നിരുന്ന ഒരു പ്രശ്നം അവതരിപ്പിക്കുന്ന സമയത്ത് അയാളുടെ അടുത്ത് ഇംപ്ലിമെന്റ് ചെയ്യാൻ വേണ്ടി പറ്റുന്ന വളരെ പ്രധാനപ്പെട്ട ഒരു സാധനമാണ് ആത്മപരിശോധന എന്ന് പറയുന്നത്. ഞാൻ ക്ലാസ് എടുക്കുന്നതിനിടയിൽ ഒരു പ്രാവശ്യം നിങ്ങളുടെ അടുത്ത് പറഞ്ഞില്ലേ, ഞാൻ പഠന സമയത്ത് വൃദ്ധസദനത്തിൽ പോയപ്പോ നേഴ്സായിട്ട് വർക്ക് ചെയ്തിരുന്ന ആ കാലഘട്ടത്തിൽ കൂടുതൽ അബോർഷനുകൾക്കൊക്കെ കൂട്ടുനിന്ന ഒരു ലേഡി മാനസികമായി ഭയങ്കരമായ വിഭ്രാന്തിയിൽ എന്താണ്, എനിക്ക് ദൈവം എന്താണ് എടുത്തു വെച്ചിട്ടുണ്ടായിരിക്കുക, കാരണം ഞാൻ എൻ്റെ നല്ല കാലത്ത് ചെയ്തു പോയിട്ടുള്ള പ്രവർത്തനങ്ങൾ ഇത്തരത്തിലുള്ളതാണ്. അപ്പൊ ഈ ഇത്തരത്തിലുള്ള ആത്മപരിശോധനകളിലേക്ക് ഒരു മനുഷ്യനെ കൊണ്ടുചെന്നെത്തിക്കുകയാണ് ഈ വിഷയത്തിലെ വളരെ പ്രധാനപ്പെട്ട കാര്യം. മുന്നിൽ ഒരു ക്ലയന്റ് വന്നിരിക്കുമ്പോൾ അയാൾ മാനസികമായ വിഭ്രാന്തി പ്രകടിപ്പിക്കുന്ന സമയത്ത് അയാളുടെ ഡെവലപ്പിംഗ് സ്റ്റേജ് നോക്കുക. എങ്ങനെയാണ് ഡെവലപ്പിംഗ് സ്റ്റേജിൽ എന്തെല്ലാം പ്രതിസന്ധികൾ ഉണ്ടായിട്ടുണ്ട്. അതിനാണ് ഞാൻ പറഞ്ഞില്ല, പിയാഷയുടേതും എറിക്സന്റേതും അടക്കമുള്ള ചില വിരലിലെണ്ണാവുന്ന കുറച്ച് സൈക്കോസെക്ഷൽ ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ നമ്മൾ പഠിക്കും. ഇതിനു വേണ്ടി മാത്രം, എന്തിനു വേണ്ടിയിട്ട്? കൗൺസിലിംഗ് വിജയിപ്പിച്ചെടുക്കുന്നതിന് വേണ്ടിയിട്ടുള്ള. അതുകൊണ്ടാണ് ഞാൻ കൂടുതൽ തിയറീസ് ഇല്ല, നമ്മൾ പ്രാക്ടിക്കൽ സൈഡ് മാത്രമേ ടച്ച് ചെയ്ത് പോകുന്നുള്ളൂ എന്ന് പറയാൻ കാരണം. അപ്പോ അതൊക്കെ അള്ളാഹുവിന്റെ മാർഗത്തിനും നിർദ്ദേശത്തിനും അനുസരിച്ചാണ് എന്ന് നമ്മൾ ഉറപ്പുവരുത്തുന്ന ഒരു ഭാഗമാണ് ഇവിടെ പറഞ്ഞു വരുന്നത്. നോക്കൂ, ഇവിടെ എന്താ പറയുന്നത്? എന്താണ്? സത്യവിശ്വാസികളുടെ അടുത്താണ് പറയുന്നത്. ഇവിടെ പറയുന്ന ആരോടെ പറയുന്നത്? സത്യവിശ്വാസികളോട് പറയുന്നത് അല്ലേ? യാ അയ്യുഹന്നാസും ഉണ്ട്, യാ അയ്യുഹൽ മുസ്ലിമൂനും ഉണ്ട്. യാ അയ്യുഹന്നാസ് പറയുന്നിടത്ത് വേറൊരു രീതിയിലാണ് പറയുന്നത്, ജനങ്ങളുടെ അടുത്ത് മുഴുവൻ അഡ്രസ് ചെയ്തിട്ട് പറയുന്നത്. വിശ്വാസികളെ, നിങ്ങൾ എന്താണ്? അള്ളാഹനെ സൂക്ഷിക്കണം. ഓരോ വ്യക്തിയും നാളേക്ക് എന്താണ് ഉണ്ടാക്കി വെച്ചിട്ടുള്ളത്, അല്ലെ? എന്റെ മക്കൾക്ക് ഞാൻ എന്ത് ഉണ്ടാക്കി വെച്ചു എന്നുള്ളതിനെ കുറിച്ച് നിരന്തരമായിട്ട് ആളുകൾ ആലോചിച്ചുകൊണ്ടിരിക്കുകയാണ്. നാളെ ഞാൻ മരണപ്പെട്ടു പോയി കഴിഞ്ഞാൽ, നാളെ ഞാൻ മരണപ്പെട്ടു എനിക്കെന്ത് ഉണ്ടാക്കി വെച്ചെന്നുള്ളതിനെ കുറിച്ച് ചിന്തിക്കണം എന്നാണ് ഈ ഖുർആനായത്ത് നമ്മളോട് സൂചിപ്പിച്ചു വെക്കുന്നത്. എന്താണ് ഒരിക്കലും നിങ്ങൾ നോക്കിക്കോളാം, നിങ്ങൾ അള്ളാഹനെ സൂക്ഷിച്ച് ജീവിച്ചോട്ടാ, എന്നാൽ മാത്രമേ എന്ത് ചെയ്യുള്ളൂ, നിങ്ങൾക്ക് രക്ഷ ഉണ്ടാവുള്ളൂ. തീർച്ചയായും അള്ളാഹു നിങ്ങൾ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന കാര്യം ഉണ്ടല്ലോ, അതിനെ പറ്റിയിട്ട് അള്ളാഹു വളരെ എന്താണ് ശ്രദ്ധാലുവാണ്. അത് മക്ക നോക്കുന്നുണ്ട്, സൂക്ഷ്മമായി നിങ്ങളെ നോക്കുന്നുണ്ട്. അപ്പൊ നിങ്ങളുടെ അക്കൗണ്ടബിലിറ്റി എന്ത് ചെയ്യണം? കൂട്ടിക്കൊണ്ടേ ഇരിക്കണം എന്നാണ് ഈ സൂചിപ്പിച്ചു വരുന്നതിന് അർത്ഥം എന്ന് പറയുന്നത്. ഇനി എന്താണ്? ബെനിഫിറ്റ് ഇല്ലാത്ത പരിപാടിക്ക് ഒന്നും ഒരു മനുഷ്യൻ നിൽക്കില്ലല്ലോ. രാവിലെ ഒരാൾ ഷോപ്പ് തുറന്നു വെച്ചിരിക്കുന്നത് ഈ പ്രദേശത്തുള്ളവർക്കെല്ലാം വളരെ സുന്ദരമായ ജീവിതം ഉണ്ടാകട്ടെ എന്ന് കരുതിയിട്ട് ഒരാൾ ഷോപ്പ് തുറന്നു, ജുവല്ലറി തുറക്കുന്നു, ഹോട്ടൽസ് തുറക്കുന്നു, ടെക്സ്റ്റൈൽസ് തുറക്കുന്നു. അങ്ങനെയല്ലല്ലോ. എന്താണ് എന്റെ ബെനിഫിറ്റ്, അല്ലെ? പഠിക്കാൻ വേണ്ടി പോകുന്ന കുട്ടി എനിക്ക് എന്ത് ബെനിഫിറ്റ് കിട്ടും എന്നതാണ് നോക്കുന്നത്, അല്ലെ? രാവിലെ ജോഗിങ്ങിന് പോകുന്നവർ എനിക്ക് ഇതുകൊണ്ട് എന്ത് ബെനിഫിറ്റ് ആണ് കിട്ടുന്നത്, എന്റെ ആരോഗ്യം എന്ന് പറയുന്ന ബെനിഫിറ്റ്. എന്താണ്? എല്ലാത്തിലും ബെനിഫിറ്റ് നോക്കുന്നുണ്ട്. ഐഡന്റിഫൈ ഏരിയാസ് ഓഫ് ഇംപ്രൂവ്മെന്റ്. ഞാൻ എൻ്റെ ജീവിതത്തിന്റെ മേഖലകളിൽ എവിടൊക്കെ ഇംപ്രൂവ് ആകുന്നു,
ഞാൻ അതാ പറയുന്നത്, ഇസ്ലാമിക് സൈക്കോളജി പഠിക്കാൻ വേണ്ടി ഒരാൾ മുന്നോട്ട് വരുമ്പോൾ ഒരു ക്ലയന്റിനെ എങ്ങനെ ഹീൽ ചെയ്യണം എന്നല്ല യഥാർത്ഥത്തിൽ നമ്മൾ മനസ്സിലാക്കേണ്ടത്, നമ്മൾ എങ്ങനെ ഹീലാകുന്നു എന്നുള്ളതാണ്, നമ്മൾ എത്രത്തോളം പെർഫെക്റ്റ് ആണ് എന്നുള്ളതാണ്. നമ്മൾ പെർഫെക്റ്റ് ആയി കഴിഞ്ഞ് കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ട് എന്ത് ചെയ്യാൻ വേണ്ടി പറ്റും, മറ്റുള്ളവരിലേക്ക് ആ പെർഫെക്ഷനെ എന്താ പറയുന്നത്, സ്ട്രെങ്തൻസ് റിലേഷൻഷിപ്പ് വിത്ത് അള്ളാഹ്. ആളുകളുമായിട്ടുള്ള സൗഹൃദ ബന്ധം എന്നതുപോലെ തന്നെ പ്രധാനമുള്ള ഒരു കാര്യമാണ്, അല്ലെങ്കിൽ അതിനേക്കാൾ പ്രധാനമുള്ള കാര്യമാണിത്. ഇപ്പൊ ബെനിഫിറ്റുകളെ കുറിച്ച് എപ്പോഴും ചിന്തിച്ചുകൊണ്ടേയിരിക്കുക, അല്ലെ. ലോ ഓഫ് അട്രാക്ഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്, സാധാരണ ഇംഗ്ലീഷിൽ പറയും ലോ ഓഫ് അട്രാക്ഷൻ. ഒരു മനുഷ്യനെ ആയി തീരാൻ ആഗ്രഹിക്കുന്ന ഒരു വിഷയത്തെ കുറിച്ചിട്ട് നിരന്തരമായി ആഗ്രഹിക്കുക. നമ്മൾ കുട്ടികളോട് എന്താ പറയാ, ഈ സ്റ്റുഡൻസ് കൗൺസിലിങ്ങിന് വന്നേ നമ്മൾ ആദ്യം ചോദിക്കുന്നത് എന്താണ്, മോനെ വാട്ട് യു വാണ്ട് ടു ബി, എന്തായി തീരാനാണ് ആഗ്രഹിക്കുന്നത്. അപ്പോ അങ്ങനെ ഒരു പ്രത്യേകിച്ച ആഗ്രഹം ഇല്ല എന്ന് പറയുന്ന കുട്ടികളുടെ അടുത്ത് ആദ്യം നമ്മൾ കൗൺസിലർമാർ ചെയ്യേണ്ട പണി എന്താണ്, ആ കുട്ടിക്ക് ഒരു ആഗ്രഹം ഉണ്ടാക്കിയെടുക്കുക. ഐ വാണ്ട് ടു ബി എ എന്ന് പറഞ്ഞിട്ട് ഒരു സാധനം ഉണ്ടാക്കിയെടുക്കുക. അത് ചിലപ്പോൾ 1-2 സിറ്റിങ്ങിലൂടെ സംഭവിക്കുന്നതായിരിക്കാം. അപ്പൊ എന്ത് ചെയ്യണം, ഡെവലപ്പിംഗ് ഇമോഷണൽ ഇന്റലിജൻസ് ഇൻ ഇസ്ലാം. എന്താണ് ഇവിടെ പറയുന്നത്, നമുക്ക് കുറെ കഴിവുകളുണ്ട്. ഒരു മനുഷ്യനെയും അല്ലാഹു സുബ്ഹാനഹു വ തആല വെറുതെ സൃഷ്ടിച്ചു, ഒരു ജീവിയെയും സൃഷ്ടിച്ചിട്ടില്ല എന്നുള്ളതാണ് ഇതിലെ വളരെ പ്രധാനപ്പെട്ട സംഭവം എന്ന് പറയുന്നത്. ഒരു മിനിറ്റ്, ഒരു സെക്കൻഡ്. ഓരോ വ്യക്തിക്കും അല്ലാഹു സുബ്ഹാനഹു വ തആല ഓരോ കഴിവുകൾ കൊടുത്തിട്ടുണ്ട്. ഇത് കണ്ടെത്തുക, അല്ലെ. എന്റെ കൗൺസിലിംഗ് എക്സ്പീരിയൻസിൽ ഹൺഡ്രഡ്സ് ഓഫ് സ്റ്റുഡൻസ്, അല്ലെ, ഒരു ആഴ്ചയിൽ അല്ലെങ്കിൽ എന്റെ ഫുൾ കംപ്ലീറ്റ് കൗൺസിലിംഗ് എക്സ്പീരിയൻസ് എടുത്തിട്ട് വേണമെങ്കിൽ പറയുകയാണെങ്കിൽ, വീട്ടകങ്ങളിൽ കുട്ടികളെ ചീത്തയാക്കുന്നതിൽ വലിയ പങ്ക് വഹിക്കുന്നത് രക്ഷിതാക്കളാണ്. ഞാൻ രക്ഷിതാക്കൾക്കാണ് കൂടുതലും കൗൺസിലിംഗ് കൊടുക്കേണ്ടി വരാറ് ഇവിടെ കുട്ടികളുമായിട്ട് വരുന്നവരിൽ. നിങ്ങൾ ഈ ഫീൽഡിലേക്ക് തിരിയാണെങ്കിൽ നിങ്ങളും അത് എക്സ്പീരിയൻസ് ചെയ്യും. അപ്പൊ കുട്ടികളിലെ ഭാവനകളെ മനസ്സിലാക്കാൻ വേണ്ടി കഴിയണം. ആദ്യം അതിനെന്താ വേണ്ടത്, ഒരു ആക്സെപ്റ്റൻസ് ഉണ്ടായിരിക്കണം. ഈ ആക്സെപ്റ്റൻസ് ആണ് ദീനെ യഥാർത്ഥത്തിൽ നമ്മളെ പഠിപ്പിക്കുന്നത്, അല്ലെ. നമുക്ക് 3 കുട്ടികളുണ്ട്, 4 കുട്ടികളുണ്ട്, എല്ലാവരും ഒരേപോലെ ആയിക്കൊള്ളണമെന്നില്ല. ഒരാൾ പഠന വൈകല്യം കാണിക്കുമ്പോൾ, ഒരാൾ സ്വഭാവ വൈകല്യം കാണിക്കുമ്പോൾ അവനെ സ്ട്രെങ്തൻ ചെയ്യാൻ, അവനെ എംപവർ ചെയ്യാൻ, അവനെ നേരായ ദിശയിലേക്ക് കൊണ്ടുവരാൻ കമ്പയർ ചെയ്തിട്ട് ഒരു കാര്യമില്ല. കമ്പയർ ചെയ്യുന്നതിന് പകരം അവനിലുള്ള ചെറിയ രീതിയിലുള്ള ചിലപ്പോൾ ചിത്രം വരെയായിരിക്കാം, അല്ലെങ്കിൽ സ്പോർട്സ് ആക്ടിവിറ്റീസുകളുമായി ബന്ധപ്പെട്ടതായിരിക്കാം, അവനിലുള്ള കഴിവിനെ കണ്ടെത്തിയിട്ട് അവന് അങ്ങനെ ഊതിക്കാച്ചി നോക്കും. സ്വാഭാവികമായിട്ടും ആരാണോ നമ്മളെ വീട്ടിൽ ഏറ്റവും നല്ല കുട്ടി എന്ന് നമ്മൾ വിശേഷിപ്പിക്കുന്നത്, അവനെക്കാളും കൂടുതൽ നന്നാക്കി എടുക്കുവാൻ വേണ്ടി പറ്റുന്ന ബിഹേവിയർ അവനിൽ ഉണ്ടായിരിക്കും. ഇത് കണ്ടെത്തുക എന്നുള്ളതാണ്. അങ്ങനെ ഒരുപാട് കൗൺസിലിംഗ് എക്സ്പീരിയൻസുകൾ എനിക്ക് ആ വിഷയത്തിലുണ്ട്. പിന്നീട് വഴിയെ നമുക്ക് ഇനിയൊക്കെ നമ്മൾ ബന്ധപ്പെടുന്നുണ്ടെങ്കിൽ പറയാം. അപ്പോ ഇത് വളരെ പ്രധാനപ്പെട്ട, അപ്പൊ ഇമോഷണൽ ഇന്റലിജൻസിന് ഇപ്പൊ ദീന് വളരെ വലിയ പ്രാധാന്യമാണ് കൊടുക്കുന്നത്. ഇന്റഗ്രേറ്റിംഗ് ദ കോൺസെപ്റ്റ്. ഇവിടെ എന്താ പറയുന്നത്, ഇവിടെ 2 കാര്യങ്ങൾ പറയുക. ഒന്ന് തസ്കിയ, എന്താണ്, ആത്മശുദ്ധീകരണം നടത്തണം. ഇത് എപ്പോഴെങ്കിലും റമദാനിൽ നടത്തേണ്ട സാധനമല്ല. ഈ സക്കാത്ത് എന്ന് പറയുന്നത് എപ്പോഴുള്ള സാധന, സക്കാത്ത് റമദാനിലേക്കാണ് എല്ലാവരും വെക്കാറ്. സക്കാത്ത് അപ്പോഴല്ലല്ലോ. സക്കാത്ത് കൊടുക്കേണ്ടത് യഥാർത്ഥത്തിൽ റമദാനിലേക്കല്ല എന്നുള്ളതാണ് എന്റെ വ്യക്തിപരമായ അഭിപ്രായം. നിങ്ങളുടെ എന്താണെന്ന് എനിക്കറിയില്ല. ഞാൻ മനസ്സിലാക്കിയെടുത്തോളം ഒരു വർഷം മുട്ടുമ്പോഴാണ്, അല്ലെ, എനിക്ക് ജോലി കിട്ടിയത്. പിന്നെ ഷാബാനിലാണെങ്കിലോ അല്ലെങ്കിൽ ദുൽഖഅദിലാണെങ്കിലോ ദുൽഹജ്ജിലാണെങ്കിലോ അവിടെ ഒരു വർഷമാകുമ്പോഴാണ്. ആളുകളെ സംബന്ധിച്ചിടത്തോളം എന്താണ്, ആ റമദാനിൽ കുറെ എന്ത് കിട്ടും, പ്രതിഫലം കൂടുതലാണല്ലോ, അല്ലെ. 27 ഇരട്ടി 70 ഇരട്ടി വ്യത്യസ്ത രീതിയിലുണ്ട്, അല്ലെ. പിന്നെ ചിലർ ലൈലത്തുൽ ഖദറിനെ പ്രതീക്ഷിച്ചുകൊണ്ട് നിൽക്കും, അപ്പൊ 1000-ലധികം ഇരട്ടി കിട്ടും. ഇതാണ് ആത്മശുദ്ധീകരണം എന്ന് പറയുന്നത്. ദീനിൽ നിരന്തരം ചെയ്തുകൊണ്ടിരിക്കുന്ന സംഭവമാണ്. സക്കാത്തും അങ്ങനെ തന്നെയാണ്, അല്ലെ. നോമ്പും അങ്ങനെ തന്നെയാണ്. എന്തിനാണ് തിങ്കളിലും വ്യാഴത്തിലും പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ ഇങ്ങനെ ഒരു സംവിധാനത്തെ പഠിപ്പിച്ചത്? ആത്മശുദ്ധീകരണം നടത്തുന്നതിന് വേണ്ടിയിട്ടാണ്. ഇത് നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് എന്തിനാണ്? കൗൺസിലർ എന്ന നിലക്ക് നമ്മൾ എൻട്രി ചെയ്യുമ്പോൾ മാർക്കറ്റിലേക്ക്, സമൂഹത്തിലേക്ക്, ആക്ച്വലി ഞാൻ മനസ്സിലാക്കിയിടത്തോളം ഈ ലോകത്ത് ഏറ്റവും വലിയ എത്തിക്സ് വേണ്ടത്, നമ്മളെ 2 ലെസണുകൾ തന്നെ, നമ്മളെ ചാപ്റ്ററിലെ 2 ലെസണുകൾ തന്നെ എത്തിക്സുമായി ബന്ധപ്പെട്ടതാണ്. എത്തിക്സ് ഈസ് നോട്ട് ഡയറക്ട്ലി കണക്റ്റഡ് വിത്ത് കൗൺസിലിംഗ്, അല്ലെ. പക്ഷെ നമുക്ക് ഒരു ക്വാളിറ്റി ഉണ്ടാവണം. ഞാനാകുന്ന കൗൺസിലർക്ക് എത്തിക്സ് കളഞ്ഞുകൊണ്ടല്ലേ ഒരുപാട് ഒരുപാട് കാര്യങ്ങൾ നമ്മളുടെ അടുത്ത് ഓപ്പൺ ആയിട്ട് പറയുന്നു. അത് ഉപയോഗിച്ചുകൊണ്ട് ബ്ലാക്ക് മെയിൽ ചെയ്യാം, അവർ ചൂഷണം ചെയ്യാൻ വേണ്ടി പറ്റും. ഇത് വളരെ എത്തിക്സുമായി ബന്ധപ്പെട്ട കാര്യമാണ്. നമ്മളിപ്പോൾ തൽക്കാലം വിഷയത്തിലേക്ക് കടക്കുന്നില്ല.
അപ്പൊ തെസ്കിയ ഉണ്ടാവണം, ആത്മശുദ്ധീകരണം ഒരു മനുഷ്യന് ഉണ്ടായിരിക്കണം ആത്മീയ വളർച്ചക്ക്. എന്തിന്? നമ്മൾ കൗൺസിലിങ്ങിന് പറ്റിയിട്ടല്ല പറയേണ്ടതാ, നമ്മളാകുന്ന വ്യക്തിനെ പ്യൂരിഫൈ ചെയ്യുന്നതാണ്. പിന്നെ മുഹാസബ, സ്വയം പരിശോധന നടത്തുന്നത്, ഞാൻ എവിടെയാണ് നിൽക്കുന്നത് അല്ലെ. ഒരു മനുഷ്യൻ എന്ന നിലയ്ക്ക് എനിക്ക് ഒരുപാട് ബലഹീനതകളുണ്ട്, വീക്ക്നെസ് എന്ന് പേരിട്ട് വിളിക്കുന്ന കുറെ പ്രശ്നങ്ങൾ എൻ്റെ അടുത്തുണ്ട് അല്ലെ. ആ വീക്ക്നെസ്സുകളെ എനിക്ക് മറികടക്കുവാൻ വേണ്ടി കഴിയുന്നുണ്ടോ എന്ന് അവിടെ നമ്മളുടെ വികാരങ്ങൾ നമ്മളെ നയിച്ചുകൂടാ എന്നതാണ് ഈ പറയുന്നതിന്റെ ആകെ തുക എന്ന് പറയുന്നത്. പോസിറ്റീവ് ബന്ധങ്ങൾ വർദ്ധിപ്പിക്കുക എന്നുള്ളത് കൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താണ് അല്ലെ. എൻ്റെ അടുത്ത് കുറച്ച് മുന്നേ ഒരു കുട്ടി കൗൺസിലിങ്ങിന് വന്നു. ഇറ്റ്സ് അറൌണ്ട് ഒരു 5 വർഷങ്ങൾക്ക് മുന്നേ. എൻ്റെ ഓഫീസിന്റെ തൊട്ടടുത്ത് തന്നെ ഒരു AV ഹയർ സെക്കൻഡറി സ്കൂൾ എന്ന് പറയുന്ന സ്കൂളുണ്ട്. അവിടെ ഇവന് ഇപ്പൊ ഏകദേശം ഈ സമയത്താണ്, ഈ ഒരു നവംബർ പോലെയുള്ള ഒരു മാസത്താണ് വരുന്നത്. അവൻ ഒറ്റയ്ക്ക് വരികയാണ്. അതാണ് അതിന്റെ ആ കൗൺസിലിങ്ങിന്റെ ഏറ്റവും രസകരമായ ഒരു സംഭവം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അവൻ വന്നുകൊണ്ട് പറയുന്നത് സാർ എനിക്ക് ജയിക്കണം. അപ്പോ ഞാൻ പറഞ്ഞു മോനെ എന്താണ് നിന്നെ അങ്ങോട്ട് കൊണ്ടുവരാനുള്ള കാരണം, ഞാൻ പെട്ടെന്ന് പറഞ്ഞ് അവസാനിപ്പിക്കാം. ഞാൻ വളരെ എല്ലാ പ്രശ്നത്തിലും ഉണ്ട് സാറേ, എന്റെ നോട്ടൊന്നും കംപ്ലീറ്റ് അല്ല സാറേ. അപ്പൊ ഞാൻ അവൻ്റെ അടുത്ത് പറഞ്ഞിട മോനെ നീ ഒരു കാര്യം ചെയ്യും, ഒരു 4 ദിവസം കൊണ്ട് നിന്റെ നോട്ട്സ് എല്ലാം കംപ്ലീറ്റ് ചെയ്തിട്ട് വായോ. അവൻ ആ പോക്ക് അങ്ങനെ പോകുന്നതാണ് ഞാൻ വിചാരിച്ചത്. കാരണം ഈ കഴിഞ്ഞ 5-6 മാസങ്ങളായിട്ട് എഴുതിയ നോട്ട് എല്ലാം കൂടി 4 ദിവസം കൊണ്ട് എങ്ങനെ വരും? 2 ദിവസം കഴിഞ്ഞപ്പോൾ ഇവൻ എല്ലാ നോട്ടും കൊണ്ട് വന്ന് സാർ എല്ലാം കംപ്ലീറ്റ് ആയി. അപ്പൊ സാധാരണഗതിയില് പിന്നെ ഞാൻ കുറച്ചും കൂടി ആഴത്തിൽ പോകാറുള്ള ഒരു കൗൺസിലർ എന്ന നിലയ്ക്ക് ഞാൻ ക്ലാസ് ടീച്ചറെ, തൊട്ടടുത്തുള്ള സ്കൂളും കൂടിയാണല്ലോ. പിന്നെ ഞാനൊരു ഹയർ സെക്കൻഡറി അധ്യാപകനായിരുന്നു കുറച്ചു മുന്നേ പ്രൈവറ്റ് സ്കൂളിൽ. അപ്പൊ ആ രീതിയിൽ എനിക്ക് പല പൊന്നാനി സറൗണ്ടിങ്സിലുള്ള പല സ്കൂളുമായിട്ടുള്ള ഒരു ബന്ധം വെച്ചുകൊണ്ട് ഞാൻ ഈ കുട്ടീന്റെ ടീച്ചറെ ബന്ധപ്പെട്ടപ്പോൾ സാറേ അവൻ ഈ സ്കൂളിൽ എവിടെ പ്രശ്നങ്ങളുണ്ടോ അതിൽ അവൻ ഒന്നുകിൽ അവൻ ഏറ്റവും മുന്നിൽ ഉണ്ടായിരിക്കും, അല്ലെങ്കിൽ അതിനുള്ളിൽ അവൻ എവിടെയെങ്കിലും ഉണ്ടായിരിക്കും എന്ന് പറഞ്ഞു. അപ്പൊ ഞാൻ അവന് കൊടുത്തത് എന്താണ്, ഇവിടെ ഞാൻ പറയുന്നത് പോസിറ്റീവ് ബന്ധങ്ങളുമായി ബന്ധപ്പെടുത്തിയിട്ടാണ് ഞാൻ ഈ പറയുന്നത് കേട്ടോ. ഞാൻ അവന്റെ അടുത്ത് രണ്ടാമത് വന്നപ്പോൾ പറഞ്ഞു, നീ നിന്റെ ഫ്രണ്ട് സർക്കിളിനെ മുഴുവൻ മാറ്റണം. അവരോട് മിണ്ടരുത്, സംസാരിക്കരുത് എന്നല്ല, ക്ലാസ്സിൽ പഠിക്കുന്ന കുട്ടികളുമായിട്ട് കൂടുതൽ അടുത്ത് ഇടപഴകിയിട്ട് ജീവിക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക. അപ്പൊ നിന്റെ കൂടെയുള്ള ഇത് സംഭവിച്ചതെന്ന് വെച്ച് കഴിഞ്ഞാൽ അവന്റെ കൂടെയുള്ള കുറച്ച് വികൃതി പിള്ളേര് ഇവനിലുള്ള ചേഞ്ചസ് കണ്ടുകൊണ്ട് അവരും ഇവന്റെ കൂടെ കൂടി. അവന് 9 A+ 1 A കൊണ്ടാണ് ജയിച്ചത്. ഹയർ സെക്കൻഡറി അവൻ ഇടയ്ക്കിടയ്ക്ക് ബന്ധപ്പെടും. അവൻ ഹയർ സെക്കൻഡറി എക്സാം പാസ്സാക്കുന്നത് 4 A+ 2 A കൊണ്ടാണ്. ഇപ്പൊ പൊന്നാനി MS കോളേജിൽ PG പഠിച്ചുകൊണ്ടിരിക്കുകയാണ് ഈ പയ്യൻ. അപ്പൊ എന്താണ്, പോസിറ്റീവ് ബന്ധങ്ങളുടെ ഒരു കാര്യമാണിത്. ആഗ്രഹം ഉണ്ടായിരിക്കണം. ആഗ്രഹം ഉണ്ടായി കഴിഞ്ഞാൽ നടക്കാത്തൊന്നുമില്ല. കുറച്ച് മുന്നേ എൻ്റെ അടുത്ത് ഒരു പയ്യൻ, ഒരു +1 പഠിക്കുന്ന ഒരു പയ്യനെ അവന്റെ വലിയ ഇപ്പൊ കൗൺസിലിങ്ങിന് കൊണ്ടുവരികയാണ്. സാറേ ഇവനെ കൊണ്ട് ഞങ്ങൾ തോറ്റുപോയി സാറേ. ഞാൻ എന്ത് പറഞ്ഞു, ഒരു പോക്കണ്ട് പോയി കഴിഞ്ഞാൽ പിന്നെ ഇവന് 2 ദിവസം 3 ദിവസം കഴിഞ്ഞിട്ടേ വരുള്ളൂ എന്നൊക്കെ പറഞ്ഞു. ഓക്കെ, അപ്പൊ ഇവന്റെ കൗൺസിലിങ്ങിന് ഇരിക്കാൻ കൂട്ടാക്കുന്നില്ല. അതിന്റെ മുന്നേ ചെറിയ സ്റ്റോറി ഉണ്ട്, തൽക്കാലത്ത് അതിലേക്ക് ഞാൻ കടക്കുന്നില്ല. സംസാരത്തിനിടയിൽ ഇവൻ പറഞ്ഞു, ഞാൻ മോനെ നിനക്ക് ഇങ്ങനെ കറങ്ങാനും എവിടുന്ന വണ്ടി? എന്റെ കയ്യിൽ 2 വണ്ടിയുണ്ട് സാറേ. നിനക്ക് ഇത് ആര് വാങ്ങി തന്നു മോനെ? ഞാൻ മേടിച്ചതാണ് സാറേ. അവർ 16 വയസ്സുള്ള നീ 2 ബൈക്ക് മേടിക്കുകയോ, അതും അത്യാവശ്യം വിലപിടിപ്പുള്ള ഒരു KTM ഒരു പൾസറൊക്കെയാണ് അവൻ്റെ അടുത്തുള്ളത്. അപ്പൊ ഇവൻ ആ സ്റ്റോറി എനിക്ക് പറഞ്ഞു തരാണ്. അപ്പൊ എവിടെയാണ് ഒരു കൗൺസിലർ ജാഗരൂകമാകേണ്ടത് എന്നുള്ളത് ഈ പോയിന്റിൽ നിന്ന് നിങ്ങൾക്ക് മനസ്സിലാകും. അവൻ വിശദീകരിച്ചിരുന്നു, എന്റെ അമ്മ അവന്റെ ചിക്കൻ കട ഉണ്ട്, അവിടെ ഞാൻ ഇറച്ചി വെട്ടാൻ വേണ്ടി പോയി കഴിഞ്ഞാൽ എനിക്ക് 200-300 rupees കിട്ടും. അങ്ങനെ ഇരിക്കെ എനിക്കൊരു ബൈക്ക് വാങ്ങണമെന്ന് ആഗ്രഹം തോന്നി. ഞാൻ കുറച്ച് സ്പീഡിൽ പോവാണ്, ആഗ്രഹം തോന്നി. അപ്പോ പിന്നെ കല്യാണ വീടുകളിൽ ചിക്കൻ വെട്ടാൻ വേണ്ടി പോയി കഴിഞ്ഞാൽ 1500-2000 രൂപക്ക് ചിക്കന്റെ എണ്ണത്തിനനുസരിച്ച് കിട്ടും. അപ്പൊ ഞാൻ എന്ത് ചെയ്തു, അപ്പൊ ഞാൻ അങ്ങനെ ഉറക്കമൊഴിഞ്ഞ് വെട്ടാൻ വേണ്ടി പോയി. അപ്പൊ ഒരു കൗൺസിലർ എന്താ മനസ്സിലാക്കുന്നത്, ഇവൻ ആഗ്രഹം വന്നു കഴിഞ്ഞാൽ പണിയെടുക്കുവാൻ സന്നദ്ധമായ ഒരു മനസ്സ് ഇവന്റെ അടുത്തുണ്ട് എന്ന് കൗൺസിലർ മനസ്സിലാക്കിയെടുക്കുന്നു. ഈ മനസ്സിലാക്കലുകളിലാണ് കൗൺസിലർ, അതുകൊണ്ടാണ് അറ്റൻഡിങ് എന്ന് പറയുന്നത് വളരെ ശ്രദ്ധാപൂർവം നമ്മൾ ഉപയോഗിക്കേണ്ട ഒരു ഭാഗമാണെന്ന് പറയാൻ കാരണം. അങ്ങനെ ഞാൻ പിന്നെ ഇനിഷ്യൽ പേയ്മെന്റ് ഇത്ര വേണം, അതുപോലെ തന്നെ ഇനി EMI ഇത്ര വേണം. അവിടെ നമ്മൾ പലിശയും കാര്യങ്ങളൊന്നും തൽക്കാലം നോക്കൂല കേട്ടാ, വേണമെന്നുള്ളതൊക്കെ മനസ്സിലാക്കുന്നു. പിന്നെ അത് കഴിഞ്ഞ് ഒരു 5-6 മാസം കഴിഞ്ഞപ്പോൾ അവന് വേറൊരു വണ്ടീനോട് ആഗ്രഹം തോന്നുന്നു. അപ്പൊ പൈസ കിട്ടാനുള്ള വഴികൾ ഇതാണ്. അപ്പൊ വീണ്ടും അവന് പിന്നെ മെനക്കെട്ടിട്ട് കല്യാണ വീടുകളിൽ പോയിട്ട് ചിക്കൻ വെട്ടുന്നു, പൈസ സ്വരൂപിക്കുന്നു. ഉടനെ കൗൺസിലർ എന്ന നിലയ്ക്ക് ഞാൻ പിന്നെ നമ്മളെ സാധാരണ പിന്നെ കൗൺസിലിംഗ് സ്റ്റേജുകളിലേക്ക് പോവുകയാണ്. അവനിൽ പഠനത്തോടുള്ള ആഗ്രഹത്തെ ഉണ്ടാക്കിയെടുക്കുക എന്നാണ് പിന്നെ കൗൺസിലർ ചെയ്യേണ്ട അടുത്ത പണി എന്ന് പറയുന്നത്. അത് നമുക്ക് പിന്നീട് ഒരു ഭാഗത്ത് നമുക്ക് വിശദീകരിക്കാം. അപ്പൊ ഇവിടെ സ്വയം പരിശോധന ഉപയോഗിച്ച് ആത്മശുദ്ധീകരണത്തിനുള്ള മേഖലകൾ കണ്ടെത്തുക, നമ്മുടെ ബുദ്ധി മെച്ചപ്പെടുത്തുക എന്നതാണ് ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇത്രയാണ് നമുക്ക് ഈ ലെസണിലും കൂടി പറഞ്ഞു വെക്കാനുള്ളത്. ഇതോട് കൂടിയിട്ട് നമ്മുടെ ക്ലാസ് പൂർത്തിയാവുകയാണ്. ക്ലാസ് പൂർത്തിയാവുക എന്നുള്ളത് കൊണ്ട് ഉദ്ദേശിക്കുന്നത് ഇതൊരു കംപ്ലീറ്റ് സാധനമല്ല. ഞാൻ പറഞ്ഞല്ലോ, കൗൺസിലിംഗ് കഴിഞ്ഞവർക്ക്
ഇത് ഇപ്പൊ ഈ പറഞ്ഞപ്പോ കണക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് കഴിയുന്നുണ്ടായിരിക്കും, ഓരോ കാര്യങ്ങളോടും കണക്ട് ചെയ്യാൻ വേണ്ടി കഴിയുന്നുണ്ടായിരിക്കും. നിങ്ങൾക്കും കുറെയൊക്കെ സാധ്യമായിട്ടുണ്ടാകും എന്നതാണ് ഞാൻ വിശ്വസിക്കുന്നത്. ഇനി നിങ്ങൾക്ക് എന്തെങ്കിലുമൊക്കെ ഈ വിഷയത്തിൽ സംശയങ്ങൾ തീർക്കാനുണ്ടെങ്കിൽ നമുക്ക് അതിലേക്ക് കടക്കാം. ജസാക്കല്ലാഹ്.